നമസ്കാരം, ദിശ PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്സോ ആക്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പോക്സോയെ കുറിച്ചാണ്. അപ്പോൾ പോക്സോയുടെ എക്സ്പാൻഷൻ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ പോക്സോയുടെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അഫൻസ്. സെക്ഷൽ അഫൻസ്. ഇനി ഈ നിയമം എന്തിനു വേണ്ടിയാണ് പാർലമെന്റ് പാസ്സാക്കിയതെന്ന് വെച്ചാൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയാൻ വേണ്ടിയാണ് പോക്സോ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ലൈംഗിക അക്രമങ്ങൾ, സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെ തടയാൻ വേണ്ടിയാണ് പാർലമെന്റ് പോക്സോ ആക്ട് പാസ്സാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ അത് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ നേരത്തെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം നോക്കുകയാണെങ്കിൽ പോട്ട ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പോട്ട എന്താണ്? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് കേട്ടോ. പോട്ട പാസ്സാക്കിയത് 2002-ലാണ്. കേട്ടോ. അപ്പോൾ ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് കേട്ടോ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടി എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചുകൂട്ടി പാസ്സാക്കിയതാണ് പോട്ട കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ എക്സ്പാൻഷൻ ഒന്ന് കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കണം. പോട്ടോ ആയാലും പോക്സോ ആയാലും. ഓക്കെ, പോസ്കോ ആണെങ്കിലോ ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് കേട്ടോ. എന്ത് വേണോ ഇതിനകത്ത് മാറ്റിത്തരാം. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് കേട്ടോ. ഇവിടെ ആണെങ്കിലോ പോട്ട പരീക്ഷയ്ക്ക് പലതവണ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് പോട്ട? എന്താണ്? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് കേട്ടോ. 2002-ലാണ് പാർലമെന്റ് പാസ്സാക്കിയത്. ഇനി പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചുകൂട്ടി പാസ്സാക്കിയതാണ്. പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചുകൂട്ടി പാസ്സാക്കിയതാണ് കേട്ടോ. അപ്പോൾ പാർലമെന്റ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള ആർട്ടിക്കിൾ നിങ്ങൾക്കറിയാം. ഏതാണത്? 108. 108 കേട്ടോ. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അതുമായി കണക്ട് ചെയ്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി ജോയിന്റ് സിറ്റിംഗ് എന്നുള്ള ആശയം നമ്മൾ ഏത് രാജ്യത്താണ് കടമെടുത്തത്? ജോയിന്റ് സിറ്റിംഗ് എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന ആശയം നമ്മൾ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പോക്സോയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പോക്സോയുടെ എക്സ്പാൻഷൻ ചോദിക്കാം. അതുപോലെ തന്നെ പോട്ട നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്താണത്? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് 2002-ലാണ് പാർലമെന്റ് പാസ്സാക്കിയത്. ഓക്കെ, ഇനി പോട്ട പാസ്സാക്കുന്നത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ കൂടെയാണ് കേട്ടോ. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിൽ കൂടെ പാസ്സാക്കിയ ആദ്യ നിയമം ഏതാണ്? സ്ത്രീധന നിരോധന നിയമം, അല്ലെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് നിങ്ങളെ പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആണ് പാർലമെന്റ് ജോയിന്റ് സിറ്റിംഗിൽ ആദ്യമായി പാസ്സാക്കിയത്. അത് 1961-ലാണ്. പിന്നെ രണ്ടാമത് വിളിച്ചുകൂട്ടിയ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടി പാസ്സാക്കിയ ബില്ലാണ് ബാങ്കിങ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്. അത് ഏത് വർഷമാണ്? അത് 1978. പിന്നീട് ഈ പറഞ്ഞ പോട്ട കേട്ടോ. അപ്പോൾ എക്സ്പാൻഷനിൽ പോട്ട ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ട് കേട്ടോ. ഇനി റീസെന്റ് ആയി പരീക്ഷയിൽ വേറൊരു എക്സ്പാൻഷൻ ചോദിക്കുന്ന വേറൊരു നിയമം UAPA. എന്താണ് UAPA? എന്താണ്? അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. എന്താണ്? അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കണ്ടോ. പാസ്സാക്കിയ വർഷം 1967 കേട്ടോ. 2019 UAPAക്ക് അമെൻമെന്റും ചെയ്തിട്ടുണ്ട് ആക്ടിനെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് മൂന്നിൻ്റെയും എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് നേരത്തെ 2 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ 3 എക്സ്പാൻഷൻ ഒന്നും കൂടി നോക്കാം. പോക്സോ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് കേട്ടോ. ഇനി പോട്ട എന്താണ്? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് കേട്ടോ. UAPA ആണെങ്കിൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? വർഷം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി 1961-ലാണെങ്കിൽ സ്ത്രീധന നിരോധന നിയമം. ക്ലിയർ അല്ലേ? ഇത്രയും ശരി. ഇനി
പോക്സോ നിലവിൽ വന്നത് എന്ന്? പോക്സോ ആക്ട് എന്ന് നിലവിൽ വന്നു? പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012 നവംബർ 14. പോക്സോ ആക്ട് എന്നാണ് നിലവിൽ വന്നത്? 2012 നവംബർ 14. ഓക്കെ, ഇനി നവംബർ 14 ഇന്ത്യയിൽ എന്ത് ദിവസമാണ്? നവംബർ 14 ചിൽഡ്രൻസ് ഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ശിശുദിനം ആചരിക്കുന്നു കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നവംബർ 14 എന്ത് ദിവസം? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതാണ് ശിശുദിനം കണ്ടോ. അപ്പോൾ നവംബർ 14 ഏത് ആക്ട് നിലവിൽ വന്നത്? ഏത് ആക്ട് നിലവിൽ വന്നു വെച്ചാൽ പോക്സോ ആക്ട് നിലവിൽ വന്നത് കേട്ടോ. പോക്സോ ആക്ട് എന്ന് നിലവിൽ വന്നു വെച്ചാൽ 2012 നവംബർ 14. ഇനി നവംബർ 14 ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നിങ്ങൾക്കറിയാം. ഇനി PSC നെഹ്റുവുമായി അടുത്തടുത്ത് ചോദിച്ചത്, ഫൂൽപൂർ ലോക്സഭ അസംബ്ലി സീറ്റ് ആരുമായി ബന്ധപ്പെട്ടത്? എന്താണ് ഫൂൽപൂർ ലോക്സഭ അസംബ്ലി സീറ്റ് കേട്ടോ. ഫൂൽപൂർ ലോക്സഭ അസംബ്ലി സീറ്റ് ആരുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു കേട്ടോ. അപ്പോ ഫൂൽപൂർ ലോക്സഭ മണ്ഡലം ആരുമായി ബന്ധപ്പെട്ട്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ഇഷ്ട ലോക്സഭാ മണ്ഡലമാണ് ഫൂൽപൂർ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ സീറ്റ് ഏതാണ്? വാരണാസി. നരേന്ദ്രമോദിയുടെ ലോക്സഭാ സീറ്റ് ഏതാണ്? വാരണാസി കണ്ടോ. വാരണാസി ഉത്തർപ്രദേശിലാണ്. ഇനി രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ സീറ്റ് ആണെങ്കിലോ വയനാട് മണ്ഡലമാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ സീറ്റ് കണ്ടോ. അപ്പോ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാന്നുള്ള ചോദ്യമാണ്. കാരണം വെച്ചാലേ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അത് വയനാട് മണ്ഡലത്തിലാണ്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയാണ് കണ്ടോ. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാടാണ് കണ്ടോ. ഇനി സോണിയാഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലം എവിടെയെന്ന് ചോദിച്ചാലോ, സോണിയാഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലം റായ്ബറേലിയും ഉത്തർപ്രദേശിലാണ് കണ്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ സീറ്റുകളൊക്കെ നോക്കി, ഫൂൽപൂർ ഉത്തർപ്രദേശിൽ, റായ്ബറേലി ഉത്തർപ്രദേശിൽ, വാരണാസി ഉത്തർപ്രദേശിൽ കണ്ടോ. എന്ന് പറഞ്ഞാലേ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 80 ലോക്സഭാ സീറ്റാണ്. ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 80 ലോക്സഭാ സീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ. രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചോദിക്കാൻ കൊള്ളാമെന്നുള്ളതാണ് കേട്ടോ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നെഹ്റുവിന്റെ ഇഷ്ടമണ്ഡലം ഏതാണ്? ഫൂൽപൂർ കേട്ടോ. ഇനി നെഹ്റുവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ജവഹർലാൽ നെഹ്റു. എത്രയോ പ്രാവശ്യം PSCയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നു കേട്ടോ. പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ജവഹർലാൽ നെഹ്റു. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 1959 ഒക്ടോബർ 2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്നുകൂടി ഓർമ്മിച്ചെന്നേ ഉള്ളൂ. 1959 ഒക്ടോബർ 2. ഇനി ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു കണ്ടോ. ഇനി ആമുഖം എന്നുള്ള ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്ന്. കേട്ടോ. അപ്പോൾ നെഹ്റുവിന്റെ ഇഷ്ടമണ്ഡലം ഫൂൽപൂർ. ഓക്കെ, നെഹ്റുവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ജവഹർലാൽ നെഹ്റു. എന്ന് ഉദ്ഘാടനം ചെയ്തു? 1959 ഒക്ടോബർ 2. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ഇതിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന് ഭാരതത്തിന് ലഭിച്ച വർഷം 1955. നെഹ്റുവിന് ഭാരതത്തിന് ലഭിച്ച വർഷം 1955. ഓക്കെ, 1955 ഭാരതത്തിന് ലഭിച്ച വേറൊരു വ്യക്തി എം വിശ്വേശ്വരയ്യ. ക്ലിയർലി? അപ്പോ നമ്മൾ പറഞ്ഞത് പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ടാണ്. പോക്സോ ആക്ട് നിലവിൽ വന്നത് എന്നും ചോദിച്ചാൽ 2012 നവംബർ 14. ആ നവംബർ 14 ബന്ധപ്പെട്ട കണക്ട് ചെയ്താണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ജനിച്ച ദിവസമാണ് നവംബർ 14. നവംബർ 14 എന്ത് ദിവസമാണ്? ചിൽഡ്രൻസ് ഡേ.
അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വേറൊരു പ്രധാനമന്ത്രി ജനിച്ച ദിവസമാണ്, അടൽ ബിഹാരി വാജ്പേയി ജനിച്ച ദിവസമാണ് ഡിസംബർ 25. ഡിസംബർ 25 എന്താണ്? ഗുഡ് ഗവർണൻസ് ഡേ അല്ലെങ്കിൽ സദ്ഭരണ ദിനം. ഗുഡ് ഗവർണൻസ് ഡേ അല്ലെങ്കിൽ സദ്ഭരണ ദിനം എന്നും ചോദിച്ചാൽ ഡിസംബർ 25. ആടെ ബർത്ത്ഡേ ബന്ധപ്പെട്ടാണ് AB വാജ്പേയി. AB വാജ്പേയിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ഡിസംബർ 25 ഇന്ത്യ ഗവൺമെന്റ് ആഘോഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 23. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 23 എന്താണ്? ദേശീയ കർഷക ദിനം. ദേശീയ കർഷക ദിനം ഏത് പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ടാണ്? ചരൺ സിംഗ്. ഏത് പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ടാണ്? ചരൺ സിംഗ്. കേട്ടോ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കണ്ടോ, നമ്മൾ നെഹ്റുവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ബാക്കി എല്ലാ പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ട് കണക്ട് ചെയ്തു. കണ്ടോ, അപ്പോൾ നവംബർ 14 ചിൽഡ്രൻസ് ഡേ എല്ലാവർക്കും അറിയാം. ഇനി നവംബർ 14 വേറെ ദിവസം കൂടിയാണ്. എന്താണ്? വേൾഡ് ഡയബറ്റിക് ഡേ. വേൾഡ് ഡയബറ്റിക് ഡേ. നവംബർ 14 വേൾഡ് ഡയബറ്റിക് ഡേ. ഇനി നവംബർ 19 ആണെങ്കിലോ, നവംബർ 19 വേൾഡ് ടോയ്ലറ്റ് ഡേ. കണ്ടോ, PSC ഇടക്കാലത്ത് ചോദിച്ചതാണ് വേൾഡ് ടോയ്ലറ്റ് ഡേ എന്നാണെന്ന്. നവംബർ 19 കേട്ടോ. അപ്പൊ നവംബർ 19 നെഹ്റു ആണെങ്കിൽ ചിൽഡ്രൻസ് ഡേ. കേട്ടോ, ഡിസംബർ 25 ആണെങ്കിൽ സദ്ഭരണ ദിനം, AB വാജ്പേയിയുടെ ജന്മദിനം. ഡിസംബർ 23 ആണെങ്കിലോ ദേശീയ കർഷക ദിനം, ചരൺ സിംഗിന്റെ ബർത്ത്ഡേ ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി ഓഗസ്റ്റ് 20 എന്താണ്? സദ്ഭാവന ദിനം, രാജീവ് ഗാന്ധിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി. ഉണ്ടോ? അപ്പൊ നമ്മൾ അതുമായി കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ പോക്സോ ആക്ട് നിലവിൽ വന്ന എന്നാണ്? 2012 നവംബർ 14. 2012 നവംബർ 14 പോക്സോ ആക്ട് നിലവിൽ വന്നു. കേട്ടോ, ഇനി നവംബർ 14 നമ്മൾ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എന്ന് പറഞ്ഞത്. ഇനി 2012 നവംബർ 14 പോക്സോ ആക്ട് നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാലോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ്. നവംബർ 14 പോക്സോ ആക്ട് നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മൻമോഹൻ സിംഗ്. ആരാണ്? മൻമോഹൻ സിംഗ്. കണ്ടോ, മൻമോഹൻ സിംഗ്. ഓക്കെ, ഇനി റിസർവ് ബാങ്ക് ഗവർണറായതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി മൻമോഹൻ സിംഗ്. പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നിട്ടുണ്ട് മൻമോഹൻ സിംഗ്. കണ്ടോ, ഇനി ലോക്സഭയിൽ അംഗമാകാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാലും മൻമോഹൻ സിംഗ്. അദ്ദേഹം ഒരിക്കലും ലോക്സഭയിലെ അംഗമായിരുന്നില്ല അദ്ദേഹം. കേട്ടോ, അപ്പോ ലോക്സഭയിൽ അംഗമാകാത്ത ഒരു വ്യക്തിയും കൂടിയാണ് മൻമോഹൻ സിംഗ്. കേട്ടോ, അപ്പോ പോക്സോ ആക്ട് നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ്. എന്ന് നിലവിൽ വന്ന ഡേറ്റ് നവംബർ 14 നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി പോക്സോ ആക്ടിൽ ചൈൽഡ് എന്നാൽ എന്ത്? കേട്ടോ, അടുത്ത ലൈൻ നോക്കിയേ. പോക്സോ ആക്ടിലെ ചൈൽഡ് എന്നാൽ എന്ത്? കുട്ടി എന്ന് പറയുന്ന കാറ്റഗറി. കേട്ടോ, 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്നു. കേട്ടോ, അപ്പൊ പോക്സോ ആക്ടില് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ആൺ പെൺ വ്യത്യാസമില്ല. കേട്ടോ, അപ്പൊ പോക്സോ ആക്ടില് ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഓക്കെ, ആൺ പെൺ വ്യത്യാസമില്ല. 18 വയസ്സ് താഴെയുള്ള ആൺ പെൺ കുട്ടികളെ കുറിച്ചാണ് ചൈൽഡ് എന്ന് ഈ ആക്ടിൽ പറയുന്നത്. കേട്ടോ, അപ്പൊ ബാലവേല നിരോധനത്തിൽ ചൈൽഡ് എന്ന് പറയുന്ന കാറ്റഗറി എത്രയാണ്? അവിടെ വയസ്സ് പറയുമ്പോൾ 14 ആണ്. കേട്ടോ, ബാലവേല നിരോധനം എന്ന് പറയുമ്പോൾ ചൈൽഡ് എന്ന കാറ്റഗറി എത്ര വയസ്സ് വരെയാണ്? 14. ക്ലിയർ അല്ലേ? ബാലവേല നിരോധനം ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ബാലവേല നിരോധനം ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ആർട്ടിക്കിൾ 24. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 23 ചോദിച്ചാലോ? ആർട്ടിക്കിൾ 23 ചോദിച്ചാൽ നിർബന്ധിച്ചുള്ള ജോലിയും മനുഷ്യക്കടത്തും തടയുന്നു. പ്രൊഹിബിഷൻ ഓഫ് ഫോഴ്സ് ലേബർ ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആർട്ടിക്കിൾ 24. കണ്ടോ, അപ്പൊ നോക്കിയേ, ബാലവേല നിരോധനം എന്ന് പറയുമ്പോൾ ചൈൽഡ് എന്ന് പറയുന്ന കാറ്റഗറി 14 വയസ്സാണ്. കണ്ടോ, എന്നാൽ പോക്സോ ആക്ട് ചൈൽഡ് എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ആൺ പെൺ കുട്ടികൾ. കണ്ടോ, അവിടെ വേർതിരിവില്ല. ആ പെൺകുട്ടി എന്ന് മാത്രം വിചാരിക്കരുത്. കണ്ടോ, അപ്പോൾ പോക്സോ ആക്ടിൽ 18 വയസ്സിന് താഴെയുള്ള ആൺ പെൺ കുട്ടികൾ ഉൾപ്പെടുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ചൈൽഡ് എന്ന് പറയുന്ന കാറ്റഗറി ഇതാണ് ഈ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇനി പോക്സോ
അമെൻമെന്റ് ആക്ട് എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയത് 2019 പോക്സോ അമെൻമെന്റ് ആക്ട് എന്ന് പാർലമെന്റ് പാസ്സാക്കി വെച്ചാൽ 2019 പാർലമെന്റ് പാസ്സാക്കി. ഈ ആക്ട് എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് 5 കേട്ടോ. 2019 ഓഗസ്റ്റ് 5 തന്നെയാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്. 2019 ഓഗസ്റ്റ് 5 തന്നെയാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു വർഷം കഴിഞ്ഞാൽ 2020 ഓഗസ്റ്റ് 5 2020 ഓഗസ്റ്റ് 5 കേട്ടോ. അയോധ്യയിൽ രാമക്ഷേത്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ട ദിവസം. അയോധ്യയില് രാമക്ഷേത്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ട ദിവസമാണ് 2020 ഓഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് 5 ആണെങ്കിൽ പോക്സോ അമെൻമെന്റ് ബില്ല് നിലവിൽ വന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പോക്സോ ആക്ട് എന്ന് പാസ്സാക്കിയെന്ന് ചോദിച്ചാലോ അത് 2012 നവംബർ 14. 2012 നവംബർ 14 കേട്ടോ. അത് അമെൻമെന്റ് ചെയ്ത് എന്ന് നിലവിൽ വെച്ചാൽ 2019 ഓഗസ്റ്റ് 5 കേട്ടോ. ഇനി പോക്സോ ആക്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാലോ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 9 ചാപ്റ്റർ ഉണ്ട്. എത്ര ചാപ്റ്റർ ഉണ്ട്? 9 ചാപ്റ്റർ. 9 ചാപ്റ്ററും 46 സെക്ഷനുമാണ് പോസ്കോ ആക്ടിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ആക്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 9 ചാപ്റ്റർ. എത്ര സെക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാലോ 46 സെക്ഷൻ. അപ്പോൾ ക്ലിയർ അല്ലേ? അമെൻമെന്റ് നിലവിൽ വന്നതാണ് 2019 ഓഗസ്റ്റ് 5. ഇനി അമെൻമെന്റ് നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലോ രാംനാഥ് കോവിന്ദ്. അമെൻമെന്റ് നിലവിൽ വരുമ്പോൾ കേട്ടോ. അപ്പോൾ പോക്സോ അമെൻമെന്റ് 2019 ഓഗസ്റ്റ് 5 നിലവിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇത് ഒപ്പിട്ട ഇന്ത്യയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാംനാഥ് കോവിന്ദ്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി ഈ ആക്ടിൽ പറയുന്ന ചില ടേംസുകളാണ് കേട്ടോ. ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ആക്ടിനകത്ത് പറയുന്ന ചില ടേംസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒന്നാമത് സെക്ഷൽ അസാൾട്ട്. എന്താണ് സെക്ഷൽ അസാൾട്ട് കേട്ടോ? സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ ലൈംഗിക മനോഭാവത്തോടുകൂടി കുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കുക കേട്ടോ. നമ്മൾ അതിനെ വളരെ സിമ്പിളാക്കി പറയുന്നതാണ്. വേറെ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ വളരെ സിമ്പിളാക്കി പറയുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ നോക്കി, സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ ലൈംഗിക മനോഭാവത്തോടു കൂടി കുട്ടിയുടെ ശരീരത്ത് സ്പർശിക്കുന്നു, അല്ലെങ്കിൽ ഇതേ ഉദ്ദേശത്തോടു കൂടി കുട്ടിയെ കൊണ്ട് തിരിച്ച് ആ വ്യക്തിയുടെ ശരീരത്തോ ശരീരഭാഗത്തോ സ്പർശിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക കേട്ടോ. സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ലൈംഗിക മനോഭാവത്തോടുകൂടി അല്ലെങ്കിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ. ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരഭാഗത്ത് സ്പർശിക്കുന്നു കേട്ടോ. എന്തുദ്ദേശത്തോടെ? ലൈംഗിക ഉദ്ദേശത്തോടെ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ നേരെ തിരിച്ച് ഇതേ ഉദ്ദേശത്തോടെ കുട്ടിയെ കൊണ്ട് ആ പറയുന്ന വ്യക്തിയുടെ ശരീരത്തെ സ്പർശിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ആക്ടിൽ സെക്ഷൽ അസോൾട്ട് കേട്ടോ. ഇത് മാത്രമല്ല, ചില കാര്യങ്ങളുണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുന്നു. തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കുട്ടിയുടെ ശരീരത്തോ ശരീരഭാഗത്തോ സ്പർശിക്കുന്നു കേട്ടോ. അതാണ് സെക്ഷൽ അസോൾട്ട്. തിരിച്ചും ചെയ്യിക്കുന്നു കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഇനി കുട്ടികളെ ബാഡ് ടച്ചും ഗുഡ് ടച്ചും എന്തെന്ന് പരിശീലിപ്പിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച് എന്ന് വെച്ചാൽ കുട്ടിയെ നമ്മൾ തീരെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരിക്കാം. അപ്പോൾ ഇത് പരിശീലിപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഒരു കുട്ടി ഒരു വ്യക്തി തോന്നുന്നു, അത് നല്ല ഉദ്ദേശത്തോടെ ചീത്ത ഉദ്ദേശത്തോടെ കുട്ടിക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ കുട്ടിയെ പാകപ്പെടുത്തുക കേട്ടോ എന്നും ഉദ്ദേശിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് പരിശീലിപ്പിക്കണമെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ട് ഇതിന്റെ സെക്ഷൻസ് ഒക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഒന്നും കൂടി വളരെ സാവധാനം നിങ്ങൾ സെക്ഷൽ അസോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈംഗിക ചിന്തയോടുകൂടി കുട്ടിയുടെ ശരീരഭാഗത്ത് സ്പർശിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്തെന്ന് വെച്ചാലേ
പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അടുത്ത ഈ ആക്ടിൽ പറയുന്ന ഒരു വാക്കാണ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. കണ്ടോ? എന്ന് വെച്ചാൽ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. കേട്ടോ? അത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ വളരെ സിമ്പിളാക്കി പറയുന്നതേ ഉള്ളൂ. കേട്ടോ? പെനട്രേറ്റിംഗ് എന്നുള്ള വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡീപ്നെസ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടൊക്കെ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനാണ് ഈ ആക്ടിൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. കേട്ടോ? അത് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ വളരെ സിമ്പിളായി പറയുന്നതേ ഉള്ളൂ. കേട്ടോ? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. നേരത്തെ നമ്മൾ പഠിച്ചത് സെക്ഷൽ അസോൾട്ട് മാത്രമാണ്. കേട്ടോ? നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്? സെക്ഷൽ അസോൾട്ട് മാത്രമാണ്. കണ്ടോ? നേരത്തെ നമ്മൾ പഠിച്ചത് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ലൈംഗിക മനോഭാവത്തോടു കൂടി കുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നു എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. മാറിപ്പോകരുത്. കണ്ടോ? ഇത് കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ക്ലിയർ അല്ലേ? ഇപ്പൊ പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ട് വേറെയാണ്, സെക്ഷൽ അസോൾട്ട് വേറെയാണ്. കേട്ടോ? അപ്പൊ സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈംഗിക ഉദ്ദേശത്തോടു കൂടി, ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സെക്ഷൽ അസോൾട്ട് മാത്രമാണല്ലോ കേട്ടോ. ലൈംഗിക ഉദ്ദേശത്തോടു കൂടി എന്താണ്? കുട്ടിയെ ശരീരത്തിൽ സ്പർശിക്കുന്നു. കേട്ടോ? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുമ്പോൾ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. കേട്ടോ? രണ്ടിന്റെ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിന്റെ സെക്ഷൻസ് ഒക്കെയാണ് പറയുന്നത്. കേട്ടോ? ഇത് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ വളരെ സിമ്പിൾ ആക്കി പറയുന്നതേ ഉള്ളൂ. കേട്ടോ? അപ്പോൾ സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ഉദ്ദേശത്തോട് കുട്ടിയെ ടച്ച് ചെയ്യുന്നു. പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ക്ലിയർ അല്ലേ? അടുത്ത വെച്ചാലേ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഒരുമിച്ചാണേ, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. കേട്ടോ? നമ്മൾ ആദ്യം നോക്കിയത് സെക്ഷൽ അസോൾട്ടാണ്, രണ്ടാമത് നോക്കിയത് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഇപ്പൊ നോക്കുന്നത് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതും മനസ്സിലാവൂ. കേട്ടോ? അപ്പൊ ഇവിടെ നോക്കി, സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? സെക്ഷൽ അസോൾട്ട് എന്ന് വെച്ചാൽ ലൈംഗിക മനോഭാവത്തോടു കൂടി കുട്ടിയെ ടച്ച് ചെയ്യുന്നു, സ്പർശിക്കുന്നു. കണ്ടോ? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാലോ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇവിടെ ഇത്ര മാത്രമാണെങ്കിൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് വെച്ചാൽ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. കണ്ടോ? ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇത് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ നോക്കിയേ, സംരക്ഷിക്കേണ്ട പേർ തന്നെ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. കേട്ടോ? പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്, മനസ്സിലാക്കുക. അപ്പൊ ഇത് കേട്ടോ? അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കേണ്ട പേർ തന്നെ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാലേ, കുട്ടിയെ സംരക്ഷിക്കേണ്ട ആൾക്കാർ, കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാർ കണ്ടോ, അവര് തന്നെ കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കണം, ആരാണോ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ആൾക്കാർ കേട്ടോ, അവര് തന്നെ കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു. ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ സെക്ഷൽ അസോൾട്ട് നിങ്ങൾ മനസ്സിലാക്കി, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് മനസ്സിലാക്കി, അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ ലൈംഗിക മനോഭാവത്തോടു കൂടി കുട്ടിയെ സ്പർശിക്കുന്നു കേട്ടോ. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു കേട്ടോ. ഇനി അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കേണ്ട പേര് തന്നെ, സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു കേട്ടോ. ഇനി അഗ്രവേറ്റഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈ ആക്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരൊക്കെയാണ് ഈ അഗ്രവേറ്റഡ്, സംരക്ഷിക്കേണ്ട പേർ എന്നുള്ളത് ഈ ആക്ട് വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ സംരക്ഷിക്കുന്ന ആരൊക്കെയാണ്? കുട്ടികളെ സംരക്ഷിക്കുന്നത് ഒന്ന് കുട്ടികളുടെ പാരൻസ് കേട്ടോ. ചിലപ്പോൾ കുട്ടികളുടെ പാരൻസിൽ തന്നെ കുട്ടികൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാം, കുട്ടികളുടെ പാരൻസിൽ തന്നെ കുട്ടികൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ അഗ്രവേറ്റഡ് എന്ന് പറയുന്നത് സംരക്ഷിക്കേണ്ട പേര് തന്നെ കേട്ടോ എന്നുള്ള സംഭവത്തിന്റെ കാറ്റഗറിയിലെ ചില ആൾക്കാരാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലീസ് സംരക്ഷണം കൊടുക്കേണ്ടതാണ് കുട്ടിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നിന്ന് തന്നെ ഇത്തരം ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ അത് ഇതിനകത്ത് വരും, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനകത്ത് വരും കേട്ടോ. ആംഡ് ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് ആംഡ് ഫോഴ്സിനെ വിന്യസിക്കുന്ന സമയത്ത് ഇതുപോലൊരു പ്രശ്നം അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഓക്കെ. ഇനി പബ്ലിക് സർവൻസ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്
കുട്ടികൾക്കെതിരെ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായാൽ കേട്ടോ. ഇനി ഹോസ്പിറ്റൽ സ്റ്റാഫ് കേട്ടോ, അതല്ല ആശുപത്രിയിലെ ജോലിക്കാർ, അവര് ഈ കുട്ടികളോട് ഈ പറയുന്ന പോലത്തിലുള്ള തെറ്റുകൾ ചെയ്താൽ അവരും ഏത് കാറ്റഗറിക്കകത്ത് വരും? അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനകത്ത് വരും കേട്ടോ. ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾ, കാരണം ഇവിടെ കുട്ടികളെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാൻ വിടുന്നു, നമ്മൾ അവിടെ സുരക്ഷിതമാണെന്ന് വിചാരിച്ച് പഠിപ്പിക്കാൻ വിടുന്നു. അവർ സംരക്ഷിക്കേണ്ടല്ലേ, കുട്ടികളെ സംരക്ഷിക്കേണ്ടവരല്ലേ അധ്യാപകര് കണ്ടോ. അപ്പോൾ അവരിൽ നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായാൽ, ഇനി ഗ്യാങ് പെനട്രേറ്റീവ് കേട്ടോ, എന്നുവെച്ചാലേ കൂട്ടം ചേർന്നു ഗ്യാങ് പെനട്രേറ്റീവ്, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചത് പെനട്രേറ്റീവ് കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, രണ്ടോ മൂന്നോ പേര് കണ്ടോ, ഒരു കൂട്ടം ആൾക്കാർ ഗ്യാങ് ആയിട്ട് കുട്ടിയെ ഇതുപോലുള്ള അതിക്രമങ്ങൾ കാണിച്ചാൽ അവരും എന്തിനകത്ത് വരും? അവരും അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ ആക്ടിനകത്ത് വരും, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അവർ ഉൾപ്പെടും കേട്ടോ. അപ്പോൾ അവർ കുട്ടിയെ സംരക്ഷിക്കേണ്ടവരല്ല, പക്ഷെ അവർ ഗ്യാങ് ആയിട്ട് കുട്ടിയെ ഉപദ്രവിച്ചാൽ കേട്ടോ അവരും ഇതിനകത്താണ് വരുന്നത്, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് കേട്ടോ. അപ്പൊ അവർക്ക് ഈ ആക്ട് പറയുന്ന ശിക്ഷ കിട്ടും. ഓക്കെ. ഇനി പെനട്രേറ്റീവ് ചൈൽഡ് മോർ ദാൻ വൺസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ കുട്ടിയുമായി ഒന്നിൽ കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ അവരും ഇതിനകത്ത് വരും, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് കണ്ടോ. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ചാല് 12 വയസ്സിന് താഴെയുള്ള കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവരും ഇതിനകത്ത് വരുന്നുണ്ട്, അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിന്റെ ഭാഗമായി വരുന്നുണ്ട് കണ്ടോ. അംഗവൈകല്യമുള്ള കുട്ടികളെ ഉപദ്രവിച്ചാൽ അവരും ഇതിനകത്ത് വരും, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനകത്ത് വരും കണ്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ മാത്രമേ എടുത്തോളൂ കണ്ടോ. അപ്പൊ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സംരക്ഷിക്കേണ്ട പേര് തന്നെ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട പേര് തന്നെ കുട്ടികളെ ആക്രമണത്തിന് ഇരയാക്കുന്നു, ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു കേട്ടോ. അപ്പോൾ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിന് മനസ്സിലാക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ട് വെച്ചാൽ കുട്ടികളെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ കുട്ടിക്ക് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വെച്ചാൽ ഇതിന് ഓരോന്നിനും ഓരോ ശിക്ഷയാണ് ഈ ആക്ടിൽ പറയുന്നത് കണ്ടോ. സെക്ഷൽ അസോൾട്ടിന് ശിക്ഷ വേറെയാണ്, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് ശിക്ഷ വേറെയാണ്, അല്ലെങ്കിൽ സെക്ഷൻ വേറെയാണ് കേട്ടോ. അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് വേറെ ശിക്ഷയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ സെക്ഷൻ പറഞ്ഞാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ സെക്ഷൻ പറഞ്ഞു പറയാം അഗ്രവേറ്റീവ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ ശിക്ഷ ഇതാണ് എന്ന് പറയുമ്പോൾ അഗ്രവേറ്റീവ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നടത്തിയത് ആരാന്ന് നിങ്ങൾക്ക് അറിയണം കേട്ടോ. അപ്പൊ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൽ ആരൊക്കെ വരുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സിമ്പിളായി മനസ്സിലാക്കിയ, കുട്ടിയെ സംരക്ഷിക്കേണ്ട പേര് തന്നെ കുട്ടിയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു. കുട്ടികളെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ കേട്ടോ. അതിനകത്ത് കുട്ടികളുടെ പേരൻസും വരും കേട്ടോ. കുട്ടിയുടെ പേരന്റിൽ നിന്ന് തന്നെ കുട്ടിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഉണ്ട്, പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ സംരക്ഷിക്കേണ്ട പേർ തന്നെ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അത് ആരൊക്കെയെന്ന് വെച്ചാൽ കുട്ടികളെ സംരക്ഷിക്കുന്ന, സമൂഹത്തിൽ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലീസുകാർ കണ്ടോ. ആംഡ് ഫോഴ്സ്, ചില സ്ഥലങ്ങളിൽ ആംഡ് ഫോഴ്സിനെ വിന്യസിച്ച അവരിൽ നിന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ഇനി പബ്ലിക് സർവൻസ്, സർക്കാർ ഉദ്യോഗസ്ഥർ കണ്ടോ, ഹോസ്പിറ്റൽ സ്റ്റാഫ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ കണ്ടോ, ഇനി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റാഫുകൾ കണ്ടോ. ഇനി ഗ്യാങ് പെനട്രേറ്റീവ് നടത്തിയ അത് ഇതിനകത്ത് വരും. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയുമായിട്ട് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നടത്തിയാൽ അതും എന്തിന്റെ കീഴിലാണ് വരുന്നത്? അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ കീഴിൽ കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സംരക്ഷിക്കേണ്ട പേര് തന്നെ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഗ്രവേറ്റഡ് ഒഴിച്ച് ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ സംരക്ഷിക്കുന്ന ആൾക്കാരൊന്നുമില്ല കേട്ടോ. അവിടെ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ശരീരത്ത് സ്പർശിക്കുന്നു, ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടികളുടെ ശരീരത്ത് സ്പർശിക്കുന്നു. ഓക്കെ. ഇനി
അടുത്ത സെക്ഷൽ ഹറാസ്മെന്റ്. ഈ ആക്ടിൽ പറയുന്ന വേറൊരു വാക്കാണ് സെക്ഷൽ ഹറാസ്മെന്റ്. കേട്ടോ, ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, അധിക്ഷേപിക്കുക. കേട്ടോ, അപ്പോൾ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ, നോട്ടം കൊണ്ടോ ശരീരഭാഷ കൊണ്ടോ സംസാരം കൊണ്ടോ ആംഗ്യം കൊണ്ടോ കുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയെ അപമാനിക്കുന്നു. കേട്ടോ, കുട്ടിയെ എന്തെങ്കിലുമൊക്കെ കമന്റ് പറഞ്ഞ് കുട്ടിയെ അപമാനിക്കുന്നു, അല്ലെങ്കിൽ ജസ്റ്റർ കൊണ്ട് ആ കുട്ടിയെ അപമാനിക്കുന്നു. കേട്ടോ, അപ്പോൾ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ, അപ്പോൾ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ നോട്ടം കൊണ്ടോ ശരീരഭാഷ കൊണ്ടോ സംസാരം കൊണ്ടോ ആംഗ്യം കൊണ്ടോ കുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയെ അപമാനിക്കുന്നു. കേട്ടോ, ഇനി ഇതേ സംഭവം തന്നെ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ ചെയ്യാം. സോഷ്യൽ മീഡിയ വഴി കുട്ടികളെ അപമാനിക്കുന്നു, സോഷ്യൽ മീഡിയ വഴി കുട്ടികളെ അപമാനിക്കുന്നു, അവരെ മോശമായി ചിത്രീകരിക്കുന്നു. കേട്ടോ, അപ്പോൾ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ മോശമായി ചിത്രീകരിക്കുന്നു. കേട്ടോ, അപ്പോൾ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നോട്ടം കൊണ്ടോ ശരീരഭാഷ കൊണ്ടോ കേട്ടോ, നോട്ടം കൊണ്ടോ ശരീരഭാഷ കൊണ്ടോ സംസാരം കൊണ്ടോ മോശമായ കമന്റുകൾ പറയുക. കേട്ടോ, കുട്ടികൾക്കെതിരെ മോശമായ സംസാരിക്കുക, മോശമായ കമന്റുകൾ പറഞ്ഞ് കുട്ടിയെ അപമാനിക്കുക. കേട്ടോ, ഇനി ആംഗ്യം കൊണ്ടോ ജസ്റ്റർ കൊണ്ടോ കേട്ടോ കുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്നതാണ് സെക്ഷൽ ഹറാസ്മെന്റ്. സെക്ഷൽ ഹറാസ്മെന്റ്. കേട്ടോ, ഇതേ സംഭവം തന്നെ കുട്ടികൾ ഓൺലൈൻ മാധ്യമത്തിൽ കൂടി കുട്ടിയെ അപമാനിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയെ ഹറാസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? സെക്ഷൽ അസാൾട്ട്. കേട്ടോ, സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെല്ലാം ഒന്ന് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് സെക്ഷൽ അസാൾട്ട്? എന്താണ്? ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കുട്ടിയെ സ്പർശിക്കുന്നു, ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കുട്ടിയെ സ്പർശിക്കുന്നു. കണ്ടോ, ഇവിടെ സെക്ഷൽ ഹറാസ്മെന്റ് അത് വേറെയാണ്. ഹറാസ്മെന്റ് നിങ്ങൾക്ക് അറിയാം, അപമാനിക്കുന്നു. കേട്ടോ, ഇനി പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്താണ്? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇനി അഗ്രവേറ്റഡ് ആണെങ്കിലോ, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് കുറച്ച് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞതേ ഉള്ളൂ. എന്താണത്? അഗ്രവേറ്റഡ് എന്ന് പറയുമ്പോൾ സംരക്ഷിക്കേണ്ട പേര് തന്നെ, സംരക്ഷിക്കേണ്ട പേര് തന്നെ കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ സെക്ഷൽ അസോൾട്ട് പറഞ്ഞു, നമ്മൾ സെക്ഷൽ അസോൾട്ട് പറഞ്ഞു, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് പറഞ്ഞു. കണ്ടോ, സെക്ഷൽ അസോൾട്ട് പറഞ്ഞു, നമ്മൾ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് പറഞ്ഞു. കണ്ടോ, പിന്നീട് പറഞ്ഞത് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഇപ്പൊ പറയുന്നത് സെക്ഷൽ ഹറാസ്മെന്റ്, സെക്ഷൽ ഹറാസ്മെന്റ്. കേട്ടോ, വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സംഭവം ഇവിടെ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ടുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ചൈൽഡ് പോണോഗ്രഫി. ചൈൽഡ് പോണോഗ്രഫി. കേട്ടോ, ഇനി പോണോഗ്രഫി എന്ന് വെച്ചാലേ മോശമായ വൃത്തികെട്ട ചിത്രങ്ങള് വീഡിയോകൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പോണോഗ്രഫി. കേട്ടോ, ഇവിടെ നോക്കിയേ, ചൈൽഡ് പോണോഗ്രഫി എന്ന് വെച്ചാലേ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും എന്നിവയുടെ പ്രചാരണം അല്ലെങ്കിൽ പ്രദർശനം എന്ന് വെച്ചാൽ കുട്ടികളുടെ മോശം വീഡിയോകളോ ഫോട്ടോകളോ ഒക്കെ പ്രചരിപ്പിക്കുന്നു. കേട്ടോ, അത് അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്നു. അതാണ് ചൈൽഡ് പോണോഗ്രാഫിയുടെ കീഴിൽ വരുന്നത്. കേട്ടോ, അപ്പോൾ കുട്ടികളുടെ മോശമായ ചിത്രങ്ങളോ വീഡിയോ ഒക്കെ പ്രചരിപ്പിക്കുന്നു. കേട്ടോ, ഇനി ചൈൽഡ് പോണോഗ്രാഫി IT ആക്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. IT ആക്ടിൽ ചൈൽഡ് പോണോഗ്രാഫിയുടെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 67B. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 67B. കേട്ടോ, IT ആക്ടിൽ. കേട്ടോ, അപ്പോൾ ചൈൽഡ് പോണോഗ്രാഫി എന്ന് വെച്ചാൽ കുട്ടികളുടെ അശ്ലീല ചിത്രം, കേട്ടോ, വീഡിയോ എന്നിവയുടെ പ്രചാരണം, പ്രദർശനം. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ ഒന്നും കൂടി മനസ്സിലാക്കുക. നമ്മൾ ആക്ടിലോട്ട് കടക്കുവാണ്. കേട്ടോ, അപ്പോ സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ അസോൾട്ട് നിങ്ങൾക്കറിയാം എന്താണ്? സെക്ഷൽ അസോൾട്ട് എന്താണ്? ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കുട്ടിയെ സ്പർശിക്കുന്നു. കേട്ടോ, സിമ്പിളാക്കി മനസ്സിലാക്കി വെക്കുക. കണ്ടോ, ഇനി ഇവിടെ ഒരു വാക്ക് ആഡ് ചെയ്തു. എന്താണ്? പെനട്രേറ്റിംഗ്. പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ട് എന്താണ്? കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഓക്കെ, ഇനി പെനട്രേറ്റിന് മുന്നിൽ നമ്മളൊരു വാക്ക് ആഡ് ചെയ്യുന്നത് എന്താണ്? അഗ്രവേറ്റഡ്. അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാർ തന്നെ കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. കണ്ടോ, അപ്പോ സംരക്ഷിക്കേണ്ട പേര് തന്നെ, സംരക്ഷിക്കേണ്ട പേര് തന്നെ. കണ്ടോ, ഇനി നമ്മൾ പഠിച്ച വാക്ക് സെക്ഷൽ ഹറാസ്മെന്റ്.
സെക്ഷൽ ഹറാസ്മെന്റ് എന്തുവാ? കുട്ടികളെ മോശമായി ചിത്രീകരിക്കുന്നു. സംസാരം കൊണ്ടോ ഭാഷ കൊണ്ടോ ആംഗ്യം കൊണ്ടോ കുട്ടികളെ മോശമായി ചിത്രീകരിക്കുന്നു കേട്ടോ. ഇനി ചൈൽഡ് പോണോഗ്രാഫി എന്ന് വെച്ചാൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും എന്നിവയുടെ പ്രചരണം, പ്രദർശനം. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ഈ ആക്ടിനകത്ത് പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് വളരെ എളുപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. ഇനി പറയുന്നത് നമ്മളിങ്ങനെ പറയും സെക്ഷൽ അസോൾട്ടിന്റെ സെക്ഷൻ ഇതാണ്. അപ്പോൾ സെക്ഷൽ അസോൾട്ട് എന്ന് എന്താ നിങ്ങൾക്ക് അറിഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും കണ്ടോ. അപ്പോൾ സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റ് എന്താണ്, ഏത് സെക്ഷനിലാണ് സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത് എന്ന് പറയുമ്പോൾ സെക്ഷൽ അസോൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. അപ്പോൾ സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളെ എന്താണ് ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുന്നു കേട്ടോ. സെക്ഷൽ അസോൾട്ട് കഴിഞ്ഞ് അവിടെ വീണ്ടും ഒരു വാക്ക് ആഡ് ചെയ്യുന്നു, പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ട്. എല്ലാം കൂടി മാറിപ്പോകരുത്. പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടികളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ വളരെ സിമ്പിൾ ആക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഈ പെനട്രേറ്റിങ്ങിന് മുമ്പ് തന്നെ വേറൊരു വാക്കിട്ടാൽ അഗ്രവേറ്റീവ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കേണ്ട പേര് തന്നെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സംരക്ഷിക്കേണ്ട പേര് തന്നെ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംസാരം കൊണ്ടോ ആംഗ്യഭാഷ കൊണ്ടോ കുട്ടികളെ അപമാനിക്കുന്നു. പിന്നീട് ചൈൽഡ് പോണോഗ്രാഫി. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മളിതിൽ ഓരോ സെക്ഷനിലോട്ട് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സെക്ഷൻ 3 കേട്ടോ. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചാണ് പറയുന്നത്. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അപ്പോൾ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് കേട്ടോ. സിമ്പിളായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സിമ്പിളായി പറഞ്ഞ ഇതാണ് കേട്ടോ. ഇനി അതിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 4 പറയുന്നത്. അതിന്റെ പണിഷ്മെന്റ് എവിടെയാണ് പറയുന്നത്? സെക്ഷൻ 4 കേട്ടോ. അപ്പോൾ സെക്ഷൻ 3 സെക്ഷൻ 4 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 3 സെക്ഷൻ 4 എന്ന് വെച്ചാൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആൻഡ് ഇറ്റ്സ് പണിഷ്മെന്റ്. സെക്ഷൻ 3 സെക്ഷൻ 4 കമ്പൈൻ ചെയ്യുക എന്താണ് പറയുന്നത്? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്മെന്റ് ആൻഡ് ഇറ്റ്സ് പണിഷ്മെന്റ്. അതാണ് സെക്ഷൻ 3 സെക്ഷൻ 4 പറയുന്നത് കേട്ടോ. അപ്പോൾ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിന്റെ സെക്ഷൻ ഏതെന്ന് വെച്ചാൽ സെക്ഷൻ 3 കേട്ടോ. ഇനി സെക്ഷൻ 4 എന്ന് പറഞ്ഞാൽ ഈ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 4. ക്ലിയർ അല്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ഏത് സെക്ഷനിലാണ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്നത്? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടോ. സെക്ഷൽ അസോൾട്ടിന്റെ സെക്ഷൻ വേറെയാണ്, മാറിപ്പോരുത്. ഓക്കെ. ഇനി അപ്പോൾ സെക്ഷൻ 3 പറയുന്നത് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചും അതിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 4. ഇനി എന്താണ് ഇതിന്റെ പണിഷ്മെന്റ് എന്ന് നോക്കാം കേട്ടോ. ഇതിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് ചോദിക്കലേ? 10 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ കേട്ടോ, ഇല്ലെങ്കിൽ ജീവപര്യന്തം. ഇനി ഫൈനും ഈടാക്കും, പിഴ ഈടാക്കി ഈ ഇരയ്ക്ക് നൽകും കേട്ടോ. അപ്പോൾ ഇതിന്റെ ശിക്ഷ എന്താണ് ഇതിന്റെ ശിക്ഷ? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ 10 വർഷത്തിൽ കുറയാത്ത തടവ്, ഇല്ലെങ്കിൽ ജീവപര്യന്തം, ഇല്ലെങ്കിൽ പിഴ കേട്ടോ. ഇനി അടുത്തത്, കുട്ടി 16 വയസ്സിന് താഴെയാണെങ്കിൽ കേട്ടോ 20 വർഷം തടവും. കുട്ടി 16 വയസ്സിന് താഴെയാണെങ്കിൽ 20 വർഷം തടവും, ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കേണ്ടി വരും കേട്ടോ. കുട്ടി എന്ന കാറ്റഗറി എത്രയാണ്? 18 വയസ്സിന് താഴെയുള്ള ആൺ പെൺകുട്ടികളാണ് ഇതിനകത്ത് വരുന്നത്, ഈ ആക്ട് വരുന്നത് കേട്ടോ. അപ്പോ ഇവിടെ നോക്കിയേ, ഈ ആക്ടിനകത്ത് പറയുന്നത് ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ളതാണ്. 18 വയസ്സിന് താഴെയുള്ള ആൺ പെണ്ണ് കുട്ടികൾ കേട്ടോ. അപ്പൊ ഇതിനകത്തെ ഇവിടെ നോക്കിയേ, 16 വയസ്സിന് താഴെയാണെങ്കിൽ, കുട്ടിയുടെ കാറ്റഗറി ആക്ടിനകത്ത് 18 പറയുന്നത്, അതിൽ 16 വയസ്സിന് താഴെയാണെങ്കിൽ 20 വർഷം വരെ തടവ് കൊടുക്കാം. 20 വർഷം വരെ തടവ്, പിന്നീട് ജീവിതകാലം മുഴുവൻ, ബാക്കിയുള്ള കാലാവധി ജയിലിൽ, അങ്ങനെയാണ് പറയുന്നത് ആക്ടിൽ കേട്ടോ. ഇനി പിന്നീട് പിഴയും ഈടാക്കി കുട്ടിക്ക് നൽകും കേട്ടോ. ഇത് 2 ശിക്ഷയും 2019 അമെന്റ്മെന്റിന് ശേഷം നിലവിൽ വന്നതാണ് ഈ ശിക്ഷ കേട്ടോ. നേരത്തെ ഇവിടെ 7 വർഷമായിരുന്നു കേട്ടോ. അപ്പോൾ അമെന്റ്മെന്റിന് ശേഷം ഇത് 10 ആക്കിയതാണ് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് വെച്ചാൽ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അതിന്റെ ശിക്ഷ പറയുന്ന സെക്ഷൻ 4
കണ്ടോ? അതിന്റെ ശിക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ശിക്ഷ പറയുന്നത്, ഒന്നാമത്തെ കണ്ടീഷനാണെങ്കിൽ 10 വർഷം തടവ്, ജീവപര്യന്തം പിഴയും ഈടാക്കും. അതേ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൽ തന്നെ കുട്ടിയുടെ വയസ്സ് 16 വയസ്സിന് താഴെയാണെങ്കിൽ 20 വർഷം തടവ്. 20 വർഷം തടവും ജീവിതകാലം മുഴുവൻ, ബാക്കിയുള്ള കാലാവധി മുഴുവൻ ജയിൽ. കണ്ടോ? പിന്നീട് പിഴയും ഈടാക്കും. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവൂ. കേട്ടോ? അപ്പൊ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് വെച്ചാൽ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. കേട്ടോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വേറെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കേട്ടോ? അപ്പൊ അതിനകത്തുള്ള പറയുന്ന കാര്യങ്ങളുടെ മൊത്തവും ശിക്ഷ, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ മൊത്തവും ശിക്ഷ ഏത് സെക്ഷനാണെന്ന് വെച്ചാൽ സെക്ഷൻ 4. കേട്ടോ? അപ്പോ സെക്ഷൻ 3ഉം 4ഉം എന്താണെന്ന് ചോദിച്ചാൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആൻഡ് ഇറ്റ്സ് പണിഷ്മെന്റ്. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അതിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 3ഉം 4ഉം. കണ്ടോ? പണിഷ്മെന്റ് നമ്മൾ പറഞ്ഞു 10 വർഷം, അല്ലെങ്കിൽ 16 വയസ്സിന് കുട്ടികളാണെങ്കിൽ 20 വർഷം വരെ തടവും. കണ്ടോ? പിന്നെ പിഴയും ഈടാക്കും. ഇപ്പൊ ക്ലിയർ അല്ലേ? ശരി. ഇനി സെക്ഷൻ 5. കണ്ടോ? സെക്ഷൻ 5 പറയുന്നത് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. നേരത്തെ നമ്മൾ സെക്ഷൻ 3ഉം സെക്ഷൻ 4ഉം പറഞ്ഞത് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചാണ്. സെക്ഷൻ 3ഉം സെക്ഷൻ 4ഉം. കണ്ടോ? ഇവിടെ സെക്ഷൻ 5 പറയുന്നത് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. കണ്ടോ? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ വേറെയാണ്, സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ വേറെയാണ്, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ വേറെയാണ്. കേട്ടോ? അതുകൊണ്ടാണ് നേരത്തെയുള്ള സ്ലൈഡുകൾ അത് വളരെ ഡീപ്പായി പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് സെക്ഷൻ 5 അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി എടുക്കണം. അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്ത്? അഗ്രവേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നു. കണ്ടോ? അഗ്രവേറ്റഡ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കേണ്ട പേര് തന്നെ. കണ്ടോ? പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അഗ്രവേറ്റഡിന്. അതിനകത്ത് വേറെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ പറഞ്ഞു. കണ്ടോ? അപ്പോൾ അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു, അതായത് കുട്ടിയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതൊക്കെയാണ് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. കണ്ടോ? അപ്പൊ അഗ്രവേറ്റീവ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് ചോദിച്ചാൽ സെക്ഷൻ 5. കണ്ടോ? പോക്സോ ആക്ടിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇത് LDC മെയിൻസിനകത്തുണ്ട്, ഇനി ഫോഴ്സിന്റെ സിലബസിനകത്ത് ഇതുണ്ട്. കേട്ടോ? അപ്പോൾ +2 ലെവലിന്റെ ഫോഴ്സിന്റെ സിലബസിനകത്ത് ഇതുണ്ട്. കേട്ടോ? അപ്പോൾ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കേണ്ട പേര് തന്നെ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 5. ഇനി അതിന്റെ ശിക്ഷ പറയുന്നതാണ് സെക്ഷൻ 6. പണിഷ്മെന്റ് ഫോർ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. പണിഷ്മെന്റ് ഫോർ അഗ്രവേറ്റീവ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. കേട്ടോ? അപ്പോ സെക്ഷൻ 5ഉം 6ഉം എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, സെക്ഷൻ 5ഉം 6ഉം എന്തിനെ കുറിച്ചാണ് പറയുന്നത് ചോദിച്ചാൽ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആൻഡ് ഇറ്റ്സ് പണിഷ്മെന്റ്. കേട്ടോ? അപ്പൊ സെക്ഷൻ 5ഉം 6ഉം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആൻഡ് ഇറ്റ്സ് പണിഷ്മെന്റ്. കേട്ടോ? ഇനി ഇതിന്റെ ശിക്ഷ എന്താണെന്ന് നോക്കാം. കേട്ടോ? അപ്പൊ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കേണ്ട പേരാണ് കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നത്. മനസ്സിലാക്കുക, സംരക്ഷിക്കേണ്ട പേര് തന്നെ. കേട്ടോ? അപ്പോ സംരക്ഷിക്കേണ്ട പേര് തന്നെ കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയാൽ അതിന്റെ ശിക്ഷയും കൂടും, അതിന്റെ ശിക്ഷയുടെ കാഠിന്യവും കൂടും. കേട്ടോ? അപ്പോൾ നോക്കിയേ, സെക്ഷൻ 6 പ്രകാരം ഇതിന്റെ ശിക്ഷ പറയുന്നു. ഇതിന്റെ ശിക്ഷ എന്താണെന്ന് വെച്ചാല് ഒന്നുകിൽ 20 വർഷം തടവ്. കണ്ടോ? 20 വർഷം തടവ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാലം, അത്രയും ജീവിതകാലം മുഴുവൻ ബാക്കിയുള്ള കാലം ജയിൽവാസം. കണ്ടോ? അല്ലെങ്കിൽ ഇതിന് വധശിക്ഷ വിധിക്കാം. അപ്പോ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വധശിക്ഷ പറയുന്ന പോസ്കോ ആക്ടില് വധശിക്ഷ പറയുന്ന സെക്ഷൻ ഏന്ന് ചോദിച്ചാൽ സെക്ഷൻ 6. സെക്ഷൻ 6 എന്താണ്? പണിഷ്മെന്റ് ഫോർ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. കണ്ടോ? പണിഷ്മെന്റ് ഫോർ അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്, സെക്ഷൻ 6. കണ്ടോ? അപ്പോ വധശിക്ഷയെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ സംരക്ഷിക്കേണ്ട പേര് തന്നെ കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയാൽ, അല്ലെങ്കിൽ കുട്ടിയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയാൽ അവർക്ക് എന്ത് ശിക്ഷ? ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയ വധശിക്ഷ നൽകാം. കണ്ടോ? ഒന്നുകിൽ അവർക്ക് 20 വർഷം തടവ്,
അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ, അല്ലെങ്കിൽ വധശിക്ഷ, അല്ലെങ്കിൽ വധശിക്ഷ. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, സെക്ഷൻ 4-നകത്ത് കുട്ടി 16 വയസ്സിന് താഴെയാണെങ്കിൽ അവിടെ 20 വർഷം കൊടുക്കുന്നുണ്ട്. അവിടെ 20 വർഷവും കൊടുക്കുന്നുണ്ട്. സെക്ഷൻ 4-നകത്ത് പറയുന്നത് അവിടെ 20 വർഷം കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കാലം മുഴുവൻ ജയിലിലും, പിന്നീട് അവിടെ പിഴ ഈടാക്കി കുട്ടിക്ക് കേട്ടോ. അവിടെ 20 വർഷമേ ഉള്ളൂ. സെക്ഷൻ 4-നകത്ത് വധശിക്ഷയില്ല കേട്ടോ. സെക്ഷൻ 3-ഉം സെക്ഷൻ 4-ഉം എന്തിനാണ് കുറിച്ചാണ് പറയുന്നത്? സെക്ഷൻ 3-ഉം സെക്ഷൻ 4-ഉം പറയുന്നത് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചാണ്. അഗ്രവേറ്റഡ് ഇല്ല കേട്ടോ. അവിടെ 20 വർഷം, 16 വയസ്സിന് താഴെയാണെങ്കിൽ 20 വർഷം, അല്ലെങ്കിൽ 10 വർഷമാണ് അവിടുത്തെ മാക്സിമം കേട്ടോ. അപ്പൊ അവിടെ 20 വർഷവും പിഴയും. ഇവിടെ ആണെങ്കിൽ നോക്കിയേ, ഇവിടെ കുട്ടിയെ സംരക്ഷിക്കേണ്ട പേര് തന്നെ കുട്ടിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കേട്ടോ. ഇവിടെ ആണെങ്കിൽ നോക്കിയേ, 20 വർഷം തടവ് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവിടെ വധശിക്ഷ കൊടുക്കുന്നു. ഇതാണ് ഇമ്പോർട്ടന്റ്. ഇവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയ വധശിക്ഷ കൊടുക്കാം എന്നാണ് ഈ ആക്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 5-ഉം 6-ഉം എന്തിനെ കുറിച്ച് പറയുന്നു? സെക്ഷൻ 5-ഉം 6-ഉം എന്തിനെ കുറിച്ച് പറഞ്ഞാൽ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആൻഡ് ഇറ്റ്സ് പണിഷ്മെന്റ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത സെക്ഷൻ 7. സെക്ഷൻ 7 സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്നു കേട്ടോ. അപ്പോൾ പോക്സോ ആക്ടിന്റെ സെക്ഷൻ 7 എന്തെന്ന് ചോദിക്കാം. സെക്ഷൻ 7 എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൽ അസോൾട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്കി, നമ്മളിവിടെ നോക്കിയത് സെക്ഷൻ 3. സെക്ഷൻ 3 എന്താണ്? സെക്ഷൻ 3 ഇതിന്റെ കൂടെ പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ട്. ഓക്കെ, ഇനി സെക്ഷൻ 5 നോക്കിയതോ? സെക്ഷൻ 5 നമ്മൾ നോക്കി. സെക്ഷൻ 5 എന്താണ് നമ്മൾ നോക്കിയത്? സെക്ഷൻ 5 നമ്മൾ നോക്കിയത് അഗ്രവേറ്റഡ് പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ട്. അഗ്രവേറ്റഡ് പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ട്, അഗ്രവേറ്റഡ് പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ട്, ഇവിടെ സെക്ഷൽ അസോൾട്ട്. സെക്ഷൻ 7 കുറിച്ചാണ് പറയുന്നത്. സെക്ഷൽ അസോൾട്ട് എന്ന് എന്താണ്? ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കുട്ടിയെ സ്പർശിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരഭാഗത്ത് സ്പർശിക്കുന്നു ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, ഇതിനകത്ത് 3-നകത്ത് സെക്ഷൻ 3, സെക്ഷൻ 5, സെക്ഷൻ 7. ഇതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 4. ഇതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 6 കേട്ടോ. സെക്ഷൽ അസോൾട്ടിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 8 കേട്ടോ. നിങ്ങൾക്ക് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും സെക്ഷൽ അസോൾട്ടും കറക്റ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് അതിന്റെ വധശിക്ഷ എന്ന് വെച്ചാൽ ഡെത്ത് ആണ്. വധശിക്ഷ കൊടുക്കുക. അതിന്റെ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ വധശിക്ഷ കൊടുക്കാം കേട്ടോ. അപ്പോൾ സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ കുട്ടിയെ ലൈംഗിക മനോഭാവത്തോടു കൂടി കുട്ടിയെ സ്പർശിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞ ശിക്ഷ ഇവിടെ വരത്തുള്ളൂ. സിമ്പിളായി നിങ്ങൾക്ക് ഇത് കണ്ടന്റ് മനസ്സിലായെങ്കിൽ അത് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇവിടെ സംരക്ഷിക്കേണ്ട പേര് തന്നെ കുട്ടിയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അവർക്കാണ് വധശിക്ഷ കൊടുക്കുന്നത് കേട്ടോ. നേരെ മറിച്ച് പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ടിലാണെങ്കിൽ ആദ്യത്തെ കണ്ടീഷനിൽ 10 വർഷവും രണ്ടാമത്തെ 20 വർഷവും ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഡെറ്റ് അല്ലെങ്കിൽ 20 വർഷം, പിന്നീട് ഫൈൻ കേട്ടോ. അപ്പോ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് എന്തുവാ? ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടിയെ സ്പർശിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ശിക്ഷ കുറവാണ്. ക്ലിയർ അല്ലേ? മനസ്സിലാവത്തില്ല നിങ്ങൾക്ക്? അത് നിങ്ങൾ കോമൺ സെൻസ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 8. സെക്ഷൻ 8. അപ്പോൾ ഇവിടെ നോക്കിയേ, സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റ് പറയുന്നത് സെക്ഷൻ 8. സെക്ഷൻ 8 കേട്ടോ. അപ്പോൾ സെക്ഷൻ 8 മിനിമം 3 വർഷം തടവ് ലഭിക്കാം, അല്ലെങ്കിൽ 5 വർഷം പരമാവധി തടവ് ലഭിക്കാം. ഇനി ഇതിന്റെ കൂടെ ഫൈനും ഉണ്ട് കേട്ടോ. പിഴ ഈടാക്കി കുട്ടിക്ക് നൽകുന്നു, അല്ലെങ്കിൽ ഇരയ്ക്ക് നൽകുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, സെക്ഷൻ 7-ഉം സെക്ഷൻ 8-ഉം പറയുന്നത് സെക്ഷൽ അസോൾട്ട് ആൻഡ് പണിഷ്മെന്റ് ഫോർ സെക്ഷൽ അസോൾട്ട് കേട്ടോ. അപ്പൊ സെക്ഷൽ അസോൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കുക, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. കണ്ടന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അറിയാമെങ്കിൽ, സെക്ഷൽ അസോൾട്ട് അറിയാമെങ്കിൽ, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന ഏത് നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 7-ഉം 8-ഉം പറയുന്നത് സെക്ഷൽ അസോൾട്ടും അതിന്റെ പണിഷ്മെന്റിനെ കുറിച്ചും കേട്ടോ. ഇവിടെ 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാം, മാക്സിമം 5 വർഷം തടവ് ശിക്ഷ ലഭിക്കാം, പിന്നീട് പിഴയും ഈടാക്കും. ഇപ്പൊ ക്ലിയർ അല്ലേ? ശരി. ഇനി നോക്കിയേ,
സെക്ഷൻ 9. സെക്ഷൻ 9 എന്ന് വെച്ചാലേ അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്. അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്. അപ്പൊ അഗ്രവേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. എന്താണ്? സംരക്ഷിക്കേണ്ട പേര് തന്നെയാണ്. പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാർ. കണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു ആരൊക്കെയാന്നൊക്കെ. കണ്ടോ? അപ്പൊ അഗ്രവേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ. ഇനി സെക്ഷൽ അസോൾട്ട്. ഇപ്പോ സെക്ഷൽ അസോൾട്ടിന്റെ സെക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ. കേട്ടോ? സെക്ഷൽ അസോൾട്ട് സെക്ഷൻ ഏതൊക്കെയാണ്? സെക്ഷൻ 8 അതിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 9. കണ്ടോ? അപ്പൊ ഇത് നോക്കിയേ, ഇത് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിന്റെ ആണ്. കണ്ടോ? അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 9. സെക്ഷൻ 9. ഓക്കെ. ഇനി അഗ്രവേറ്റഡ് എന്ന് വെച്ചാൽ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ. സെക്ഷൽ അസോൾട്ട് എന്ന് വെച്ചാൽ കുട്ടിയെ ലൈംഗിക മനോഭാവത്തോടുകൂടി സ്പർശിക്കുന്നു എന്നാണ് സെക്ഷൽ അസോൾട്ട് മാത്രം പറഞ്ഞാൽ. കണ്ടോ? ടച്ച് ചെയ്യുന്നു. കണ്ടോ? അപ്പൊ ഇവിടെ നോക്കി, ഇപ്പോ അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് പറഞ്ഞാൽ കുട്ടിയെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ കുട്ടിയെ ലൈംഗിക മനോഭാവത്തോടു കൂടി കുട്ടിയെ സ്പർശിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരഭാഗത്ത് സ്പർശിക്കുന്നു. കണ്ടോ? അതിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 10. അതിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 10. കണ്ടോ? ഇനി എന്താണ് ഇതിന്റെ പണിഷ്മെന്റ് നോക്കാം. കണ്ടോ? 5 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ. 5 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ. കണ്ടോ? അല്ലെങ്കിൽ പരമാവധി 7 വർഷം തടവും പിഴയും ഈടാക്കാം. കണ്ടോ? അപ്പൊ നോക്കി, അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ 5 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ. കണ്ടോ? പരമാവധി 7 വർഷം വരെ കൊടുക്കാം. കണ്ടോ? പിന്നീട് അതിന് പിഴയും ഈടാക്കാം. കണ്ടോ? അപ്പോൾ സെക്ഷൻ 9 സെക്ഷൻ 10 ക്ലിയർ അല്ലേ? ശരി. ഇനി അടുത്തത് സെക്ഷൻ 11. കണ്ടോ? സെക്ഷൻ 11 വെച്ചാൽ സെക്ഷൽ ഹറാസ്മെന്റ്. സെക്ഷൽ ഹറാസ്മെന്റ് എന്താ നിങ്ങൾക്ക് അറിയാം. എന്താണ്? ലൈംഗിക ചവയോടുകൂടി കുട്ടിയോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയെ മോശം ആംഗ്യം കാണിക്കുന്നു, അല്ലെങ്കിൽ ബോഡി ജെസ്റ്റർ. കണ്ടോ? അപ്പൊ എന്താ കൊണ്ട് കുട്ടിയെ മോശമാക്കുന്നു. കണ്ടോ? അപ്പോ സെക്ഷൽ ഹറാസ്മെന്റ് നിങ്ങൾക്ക് അറിയാം. അതിനെ പറ്റി പറയുന്ന സെക്ഷൻ 11. കണ്ടോ? ഇനി അതിന്റെ പണിഷ്മെന്റ് പറയുന്നതാണ് സെക്ഷൻ 12. അതിന്റെ പണിഷ്മെന്റ് പറയുന്നത് എന്താണ്? സെക്ഷൻ 12. കണ്ടോ? അതിന്റെ പണിഷ്മെന്റ് എന്താ നോക്കാം. പരമാവധി 3 വർഷം തടവ്, ഒന്നുകിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. കണ്ടോ? പരമാവധി മാക്സിമം എത്ര കിട്ടാന്ന് വെച്ചാൽ 3 വർഷം വരെ കിട്ടാം, പിന്നീട് പിഴയും ഈടാക്കാം. കണ്ടോ? അപ്പോ സെക്ഷൽ ഹറാസ്മെന്റിന്റെ ശിക്ഷയാണ് പറയുന്നത് സെക്ഷൻ 12 പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഫോർ സെക്ഷൽ ഹറാസ്മെന്റ് ആണ് സെക്ഷൻ 12 പറയുന്നത്. അപ്പൊ അതിന്റെ പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. കണ്ടോ? ഇല്ലെങ്കിൽ പരമാവധി 3 വർഷം തടവ്. കണ്ടോ? ഒന്നുകിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം, ഇല്ലെങ്കിൽ പരമാവധി 3 വർഷം വരെ തടവിന് വിധിക്കാം, പിന്നീട് പിഴയും ഈടാക്കാം. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ സെക്ഷൻ 11 12 പറയുന്നത് സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ച്. കേട്ടോ? സെക്ഷൽ ഹറാസ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ സെക്ഷൻ വെച്ചാൽ സെക്ഷൻ 11 സെക്ഷൻ 12 ക്ലിയർ അല്ലേ? ഇത്രയും ശരി. അപ്പോ നമ്മളിപ്പോ പറഞ്ഞ ഇത്രയും സെക്ഷൻ 3 മുതൽ 12 വരെ പോക്സോ ആക്ടിന്റെ 2ാമത്തെ ഭാഗത്താണ്. സെക്ഷൻ 3 മുതൽ 12 വരെ പോക്സോ ആക്ടിന്റെ 2ാമത്തെ ഭാഗത്താണ് വരുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ നോക്കിയേ, സെക്ഷൻ 3 എന്താണ്? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. കണ്ടോ? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അപ്പോ അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതോ സെക്ഷൻ 4. അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 4. കേട്ടോ? ഇനി സെക്ഷൻ 5 ആണെങ്കിലോ ഇവിടെ ഒരു വാക്കും കൂടി ആഡ് ചെയ്യും. എന്ത് വരും? അഗ്രവേറ്റഡ് എന്ന് വരും. അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അതിന്റെ ശിക്ഷയെ കൂടി പറഞ്ഞത് സെക്ഷൻ 6. അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 6. കേട്ടോ? ഇനി സെക്ഷൻ 7 എന്ത് വരും? സെക്ഷൻ 7 സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. കണ്ടോ? അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 8. അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 8. ഓക്കെ. ഇനി സെക്ഷൻ 9 എന്താണ് വരുന്നത്? സെക്ഷൻ 9 പറയുന്നത് ഇവിടെ ഒരു വാക്കും കൂടി വരും, അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്. അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്. അപ്പൊ അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 10. ഓക്കെ. ഇനി സെക്ഷൻ 11 പറയുന്നതാണെങ്കിൽ സെക്ഷൻ 11 ആണെങ്കിലോ സെക്ഷൻ 11 സെക്ഷൽ ഹറാസ്മെന്റ്. കണ്ടോ? ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഒന്നും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. കണ്ടോ? സെക്ഷൽ ഹറാസ്മെന്റ് സെക്ഷൻ 12 സെക്ഷൽ ഹറാസ്മെന്റിന്റെ ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ? ഇതിന്റെ പണിഷ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ? അപ്പൊ ഇങ്ങോട്ട് നോക്കി,
ഇവിടെ ഏത് സെക്ഷനിലാണ് വധശിക്ഷ പറയുന്നത് എന്ന് ചോദിച്ചാലോ, സെക്ഷൻ 6 അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറയുമ്പോഴാണ് അവിടെ ഏറ്റവും വലിയ ശിക്ഷയായ ക്യാപിറ്റൽ പണിഷ്മെന്റ് വധശിക്ഷ പറയുന്നത് സെക്ഷൻ 6 സെക്ഷൻ 6 അപ്പോ അത് നിങ്ങൾ വളരെ പ്രാധാന്യമായി നോക്കുക. സെക്ഷൻ 6 എന്ന് വെച്ചാൽ എന്താണ്? അഗ്രവേറ്റഡ് പെനട്രേറ്റിംഗ് സെക്ഷൽ അസോൾട്ട് കേട്ടോ. അപ്പോ സംരക്ഷിക്കേണ്ടവര് തന്നെ കുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്താനാണ് വധശിക്ഷ നൽകുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ സെക്ഷൻ ഏതെന്ന് വെച്ചാൽ സെക്ഷൻ 6 കേട്ടോ. ഓക്കെ, അപ്പോ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നും കൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോ ആ വാക്കുകളുടെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സെക്ഷൽ ഹറാസ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക, സെക്ഷൽ അസോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കുക, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ശരി. ഇനി സെക്ഷൻ 13 പറയുന്നത് യൂസിങ് ചൈൽഡ് ഫോർ പോണോഗ്രാഫിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പോണോഗ്രാഫിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 13 കേട്ടോ. അപ്പൊ ചൈൽഡ് പോണോഗ്രാഫി ഒക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കുട്ടികളുടെ മോശമായ ചിത്രവും വീഡിയോ ഒക്കെ സൂക്ഷിക്കുന്നതാണ് ചൈൽഡ് പോണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട്. ഇവിടെ കുട്ടികളെ പോണോഗ്രാഫിക്ക് ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പോ കുട്ടികളെ പോണോഗ്രാഫിക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 13. ഓക്കെ, അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 14 കേട്ടോ. പണിഷ്മെന്റ് ഫോർ യൂസിങ് ചൈൽഡ് ഫോർ പോണോഗ്രാഫിക് പർപ്പസ്. അപ്പൊ കുട്ടിയുടെ മോശമായ ചിത്രവും വീഡിയോ ഒക്കെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയാണ് സെക്ഷൻ 14 പറയുന്നത് കേട്ടോ. അപ്പോ കുട്ടിയെ പോണോഗ്രാഫിക് പർപ്പസിന് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 13. അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 14. അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 14 കേട്ടോ. അതിന്റെ ശിക്ഷ എന്ന് വെച്ചാൽ 5 വർഷത്തിൽ കുറയാത്ത തടവും പിഴയും. 5 വർഷത്തിൽ കുറയാത്ത തടവും പിഴയും കേട്ടോ. ഇനി ഇത് ആദ്യത്തെ പ്രാവശ്യം ഇതേ കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ 7 വർഷമാണ് തടവ് കേട്ടോ. 7 വർഷം തടവും പിഴയും രണ്ടാമത്തെ പ്രാവശ്യം ആവർത്തിച്ചാൽ കേട്ടോ. അപ്പോ കുട്ടികളെ പോണോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സെക്ഷൻ 13 കുറിച്ച് പറയുന്നത്, യൂസിങ് ഓഫ് ചൈൽഡ് ഫോർ പോണോഗ്രാഫിക് പർപ്പസ് കേട്ടോ. അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 14. അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 14 കേട്ടോ. അതിന്റെ ശിക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ 5 വർഷം തടവ്, 5 വർഷത്തിൽ കുറയാത്ത തടവും പിഴയും ഈടാക്കും. അതേ കുറ്റം വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ആവർത്തിച്ചാൽ കേട്ടോ തടവ് മിനിമം 7 വർഷവും ഫൈനും. 7 വർഷവും ഫൈൻ. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ സെക്ഷൻ 13, 14 കേട്ടോ. ഇനി സെക്ഷൻ 3, 5, 7, 9 നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. എന്താണ്? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണ് സെക്ഷൻ 3 കേട്ടോ. അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണ് സെക്ഷൻ 5 കേട്ടോ. ഇനി സെക്ഷൽ അസോൾട്ട് ആണ് സെക്ഷൻ 7. സെക്ഷൻ 9 എന്ന് പറയുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഇനി ആ ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്ഷൻ, ഇതിന്റെ ശിക്ഷയെ ബന്ധപ്പെട്ട സെക്ഷൻ ഏതാ? സെക്ഷൻ 4, 6, 8, 10 കേട്ടോ. ഇതിന്റെ പണിഷ്മെന്റ് പറയുന്ന സെക്ഷനാണ് ഇത് കേട്ടോ. സെക്ഷൻ 4, 6, 8, 10 കേട്ടോ. എന്ന് പറഞ്ഞാലേ കുട്ടിയെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ കുട്ടിയെ ചൈൽഡ് പോണോഗ്രാഫിക്ക് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോ ഈ നേരത്തെ പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ശിക്ഷയും പറഞ്ഞിട്ടുണ്ട്, ആ ശിക്ഷയും അവർക്ക് ലഭിക്കും കേട്ടോ. ഇപ്പോ സെക്ഷൻ 3 പറയുന്നതാണ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണ് സെക്ഷൻ 3 പറയുന്നത്. അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 4 കേട്ടോ. അപ്പോ ചൈൽഡ് പോണോഗ്രാഫിയും പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയെ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ചെയ്തിട്ട് ചൈൽഡ് പോണോഗ്രാഫിക്ക് കുട്ടിയെ യൂസ് ചെയ്താൽ അവർക്ക് ആ ശിക്ഷയും കൊടുക്കും, ആ ശിക്ഷയും കിട്ടും, അതിൽ പറയുന്ന ശിക്ഷയും അവർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഈ സെക്ഷനിൽ പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അഗ്രവേറ്റീവ് പെനട്രേറ്റീവ് സെക്ഷൻ, കുട്ടിയെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ കുട്ടിയെ ചൈൽഡ് പോണോഗ്രാഫിക്ക് വേണ്ടി യൂസ് ചെയ്താൽ കേട്ടോ, അപ്പൊ അവർക്ക് ആ സെക്ഷനിൽ പറയുന്ന ശിക്ഷയും അവർക്ക് ലഭിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഇനി സെക്ഷൻ 15 പറയുന്നത് പണിഷ്മെന്റ് ഫോർ സ്റ്റോറേജ് ഓഫ് പോണോഗ്രാഫിക് മെറ്റീരിയൽ ഇൻവോൾവിംഗ് ചൈൽഡ് എന്ന് പറഞ്ഞാലേ സെക്ഷൻ 15 പറയുന്നത് കുട്ടികളുടെ പോണോഗ്രാഫി എന്ന് വെച്ചാൽ കുട്ടികളുടെ അശ്ലീല വീഡിയോയോ
ഫോട്ടോയോ ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 15 പറയുന്നത്. സെക്ഷൻ 15 പറയുന്നത് കണ്ടോ. എന്ന് വെച്ചാൽ കുട്ടികളുടെ അശ്ലീല വീഡിയോകളോ ചിത്രങ്ങളോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 15 പറയുന്നത് കണ്ടോ. ഇലക്ട്രോണിക് ഡിവൈസായ പെൻഡ്രൈവിലോ മൊബൈൽ ഫോണിലോ ഒക്കെ കുട്ടികളുടെ അശ്ലീല വീഡിയോ ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 15 പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് സെക്ഷൻ 15 കണ്ടോ. സെക്ഷൻ 15 നമ്മൾ നേരത്തെ പറഞ്ഞാണ്. സെക്ഷൻ 15 പറയുന്നത് പണിഷ്മെന്റ് കണ്ടോ. പണിഷ്മെന്റ് ഫോർ പോണോഗ്രാഫിക് മെറ്റീരിയൽ ഇൻവോൾവിംഗ് ചൈൽഡ് കണ്ടോ. എന്ന് പറഞ്ഞാൽ കുട്ടികൾ അടങ്ങുന്ന പോണോഗ്രാഫിക് മെറ്റീരിയൽ കേട്ടോ, അതിന്റെ സ്റ്റോറേജിനെ കുറിച്ചാണ് സെക്ഷൻ 15 പറയുന്നത് കേട്ടോ. അതിന്റെ സ്റ്റോറേജും അതിന്റെ പണിഷ്മെന്റ് കേട്ടോ. അപ്പോൾ നോക്കി അതിനകത്ത് 2019 അമെൻമെന്റ് പ്രകാരം 2-3 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ നോക്കുന്നത് അതിന്റെ പണിഷ്മെന്റിൽ. ഓക്കെ, അതല്ലേ പോണോഗ്രാഫിക് മെറ്റീരിയൽ ഇൻവോൾവിംഗ് ചൈൽഡ്, അത് സ്റ്റോറേജ് ചെയ്താലുള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെൻഡ്രൈവിലോ മൊബൈൽ ഫോണിലോ ഒക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള അശ്ലീല വീഡിയോകളോ ചിത്രങ്ങളോ ഒക്കെ സ്റ്റോറേജ് ചെയ്താലുള്ള പണിഷ്മെന്റ് കേട്ടോ. അതിന് പണിഷ്മെന്റ് വെച്ചാൽ 5000 രൂപ പിഴ. 5000 രൂപ പിഴ കേട്ടോ. ആദ്യ പ്രാവശ്യം ഇത് കേസ് പിടിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ പെൻഡ്രൈവിലോ മറ്റോ കുട്ടികളുടെ പോണോഗ്രാഫിക് വീഡിയോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പിഴ എന്ന് വെച്ചാൽ 5000 രൂപ കേട്ടോ. അത് റിപ്പീറ്റ് ചെയ്താൽ പിഴ 10000 രൂപ. ഒരു പ്രാവശ്യം പിടിച്ചിട്ട് നിങ്ങൾ ആ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ അങ്ങനെയുള്ള പോണോഗ്രാഫിക് മെറ്റീരിയൽ ഡിലീറ്റ് ചെയ്തിരുന്നാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ 10000 രൂപയാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 15 പറയുന്നത് പണിഷ്മെന്റ് ആണ് കേട്ടോ. പണിഷ്മെന്റ് ഫോർ ദി സ്റ്റോറേജ് ഓഫ് പോണോഗ്രാഫിക് മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ അതിന്റെ സ്റ്റോറേജിന്റെ 2019 അമെൻമെന്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്റ്റോറേജ് ആണെങ്കിൽ കേട്ടോ, കുട്ടികൾ അടങ്ങിയിരിക്കുന്ന പോണോഗ്രാഫിക് വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രമിച്ചാൽ കേട്ടോ, ആദ്യം അതിന്റെ ശിക്ഷ 5000 രൂപയാണ്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താനുള്ള ശിക്ഷ 10000 രൂപയാണ്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് പോണോഗ്രാഫിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന പോണോഗ്രാഫിക് മെറ്റീരിയൽ, ഈ പറയുന്ന വീഡിയോ ഫോട്ടോഗ്രാഫോ എന്തെങ്കിലും കേട്ടോ, നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അത് പ്രദർശിപ്പിച്ചാൽ കേട്ടോ, പ്രചരിപ്പിച്ചാലോ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ അത് പ്രദർശിപ്പിച്ചാലോ കേട്ടോ, അതിന്റെ ശിക്ഷ എന്താന്ന് വെച്ചാല് ഒന്നുകിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം, അല്ലെങ്കിൽ 3 വർഷം മാക്സിമം തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം, അല്ലെങ്കിൽ പിഴയും ഈടാക്കും കേട്ടോ. അപ്പോൾ അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന പോണോഗ്രാഫിക് മെറ്റീരിയൽ നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റോ ഏതെങ്കിലും രീതിയിൽ കൂടെ നിങ്ങളത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചാൽ അതിന് തടവ് ശിക്ഷ കൊടുക്കാം. മാക്സിമം 3 വർഷം വരെ തടവ് ശിക്ഷ കൊടുക്കാം, പിഴയും ഈടാക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ 15-നകത്ത് അതിന്റെ പണിഷ്മെന്റിനകത്ത് 2-3 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്ന് സ്റ്റോറേജ് ചെയ്താൽ കേട്ടോ, സ്റ്റോറേജ് ചെയ്ത ശിക്ഷ എത്രയാ? 5000-ഉം 10000-ഉം, റിപ്പീറ്റ് ചെയ്യാൻ 10000 കേട്ടോ. ഇനി അത് പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചാൽ കേട്ടോ, കേട്ടോ, അതിന് ശിക്ഷ എത്ര? തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം, മാക്സിമം 3 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം, ഫൈനും ഈടാക്കാം. ക്ലിയർ അല്ലേ? ഇനി അതായത് വേറൊരു കണ്ടീഷൻ പറയുന്നത് പോണോഗ്രാഫിക് മെറ്റീരിയൽ ഇൻവോൾവിംഗ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പോണോഗ്രാഫിക് മെറ്റീരിയൽ കേട്ടോ, കൊമേഴ്ഷ്യൽ പർപ്പസിന് എന്ന് പറഞ്ഞാൽ അത് വിൽക്കുകയോ മറ്റോ ചെയ്താൽ കേട്ടോ, പോണോഗ്രാഫിക് മെറ്റീരിയൽ വിൽക്കാൻ ശ്രമിച്ചാൽ, പോണോഗ്രാഫിക് മെറ്റീരിയൽ വീഡിയോ ഒന്നും മാത്രമൊന്നുമല്ല, മോശമായ ഫോട്ടോ കേട്ടോ, എന്തും ആയിക്കോട്ടെ, അപ്പൊ അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചാൽ കേട്ടോ, അതിന്റെ ശിക്ഷ എന്ന് വെച്ചാലേ മിനിമം 3 വർഷം തടവ് അല്ലെങ്കിൽ മാക്സിമം 5 വർഷം വരെ തടവ് ശിക്ഷ കൊടുക്കാം കേട്ടോ. അതിന്റെ പിഴയും ഈടാക്കാം കേട്ടോ. അപ്പോൾ അതിന്റെ ശിക്ഷ പോണോഗ്രാഫിക് മെറ്റീരിയൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിച്ചാൽ കേട്ടോ, അതിന്റെ ശിക്ഷ എന്ന് വെച്ചാൽ മിനിമം 3 വർഷം തടവും 5 വർഷം അല്ലെങ്കിൽ മാക്സിമം 5 വർഷം തടവും കൊടുക്കാം, പിഴയും ഈടാക്കാം കേട്ടോ. ഇതേ കുറ്റം റിപ്പീറ്റ് ചെയ്താൽ മിനിമം 5 വർഷം തടവും മാക്സിമം 7 വർഷം തടവും വരെ കൊടുക്കാം, അവിടെയും പിഴയും ഈടാക്കാം കേട്ടോ. അപ്പോൾ സെക്ഷൻ 15-നകത്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. സെക്ഷൻ 15 പറയുന്നത് എന്തുവാ? സ്റ്റോറേജ് ഓഫ് പോണോഗ്രാഫിക് മെറ്റീരിയൽ കേട്ടോ, സ്റ്റോറേജ് ഓഫ് പോണോഗ്രാഫിക് മെറ്റീരിയൽ ഇൻവോൾവിംഗ് ചൈൽഡ് അല്ലെങ്കിൽ ഇൻക്ലൂഡിംഗ് ചൈൽഡ് കേട്ടോ. കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പോണോഗ്രാഫിക് മെറ്റീരിയലിന്റെ സ്റ്റോറേജും അതിന്റെ പണിഷ്മെന്റുമാണ് സെക്ഷൻ 15 നമ്മൾ പറയുന്നത്. അപ്പോൾ 15-നകത്ത് ഓരോ സെക്ഷനായിട്ട് പറയുന്നത് സ്റ്റോറേജിനാണെങ്കിൽ കേട്ടോ, അത് നിങ്ങൾ അത്തരം വീഡിയോകളോ അല്ലെങ്കിൽ കുട്ടികൾ ഉള്ള വീഡിയോകളോ പോണോഗ്രാഫിക് വീഡിയോകളോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ അതിന് 5000 രൂപ, റിപ്പീറ്റ് ചെയ്താൽ 10000,
അത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ കേട്ടോ. ഇനി അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിച്ചാൽ അതിനുള്ള ശിക്ഷ മിനിമം 3 വർഷവും മാക്സിമം 5 വർഷവും തടവും പിഴയും ഈടാക്കാം. ഇതേ കുറ്റം റിപ്പീറ്റ് ചെയ്താൽ 7 വർഷം കേട്ടോ. മിനിമം 5 വർഷവും മാക്സിമം 7 വർഷവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സെക്ഷൻ 19, ഈ ആക്ടിലെ സെക്ഷൻ 19 പറയുന്നത് പ്രൊസീജിയർ ഫോർ റിപ്പോർട്ടിംഗ് എ കേസ്. ഒരു കേസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 19 പറയുന്നത് കേട്ടോ. ഒരു കേസ് നടന്നു, അത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒന്നിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഉള്ള സ്ഥലത്ത്, എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഉള്ള സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യണം. അതില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കേട്ടോ. അപ്പോൾ സെക്ഷൻ 19 പറയുന്നത് ഒരു പ്രൊസീജിയറാണ്, കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രൊസീജിയറാണ് സെക്ഷൻ 19 പറയുന്നത്. എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഉള്ളിടത്ത് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഈ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസ് 24 മണിക്കൂറിനകത്ത് കേട്ടോ, 24 മണിക്കൂറിനകത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കണം. 24 മണിക്കൂറിനകത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം പോലീസോ ബന്ധപ്പെട്ട അതോറിറ്റിയോ അറിയിക്കണം. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ സെക്ഷൻ 19 പറയുന്നത് പ്രൊസീജിയർ ഫോർ റിപ്പോർട്ടിംഗ് എ കേസ്. ഓക്കെ, ഇനി സെക്ഷൻ 22 പറയുന്നത് പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റ് ഫോർ എന്താണ്? ഫോൾസ് കംപ്ലൈന്റ് ഓർ ഫോൾസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞല്ലേ, തെറ്റായ പരാതിയാണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തിക്കെതിരെ വ്യാജ കേസ് അല്ലെങ്കിൽ തെറ്റായ പോസ്കോ പ്രകാരം തെറ്റായ പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ സെക്ഷൻ 22 പറയുന്നത് പണിഷ്മെന്റ് ഫോർ ഫോൾസ് കംപ്ലൈന്റ് ആൻഡ് ഓർ ഫോൾസ് ഇൻഫർമേഷൻ കേട്ടോ. ഇപ്പോൾ കുട്ടിയാണ് തെറ്റായ പരാതി കൊടുക്കുന്നതെങ്കിൽ കുട്ടിക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു കുട്ടിയാണ് വേറൊരു വ്യക്തിക്കെതിരെ തെറ്റായ പരാതി കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടിക്കെതിരെ പരാതി സ്വീകരിക്കാൻ പാടില്ല കേട്ടോ. ഇനി വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ കുട്ടിയുടെ പേരന്റോ മറ്റോ ആണ് കേട്ടോ ഒരാൾക്കെതിരെ തെറ്റായ പരാതി കൊടുക്കുന്നതെങ്കിൽ കേട്ടോ, തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. മാക്സിമം 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. 6 മാസത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. ഫൈനും കൂടി ഈടാക്കാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ കുട്ടിയാണ് മറ്റൊരു വ്യക്തിക്കെതിരെ തെറ്റായ ഇൻഫർമേഷനോ തെറ്റായ പരാതിയോ കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാടില്ല. വേറൊരു വ്യക്തിയാണ് വേറൊരാൾക്കെതിരെ തെറ്റായ ഇൻഫർമേഷൻ, അയാൾ അവിടെ പോസ്കോമായി ബന്ധപ്പെട്ടൊരു കേസുണ്ട് അയാൾക്കെതിരെ എന്നും പറഞ്ഞ് തെറ്റായ കംപ്ലൈന്റ് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ അയാളെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. മാക്സിമം 6 മാസം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. പിഴയും ഈടാക്കാം. ഇനി ഒരു വ്യക്തി കുട്ടിക്കെതിരെ തന്നെ തെറ്റായ പരാതിയാണ് ഉന്നയിക്കുന്നതെങ്കിൽ, കേട്ടോ, അയാളെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. 1 വർഷം വരെ, മാക്സിമം 1 വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. ഫൈനും ഈടാക്കാം. അത് രണ്ടും കൂടി ചെയ്യാം. തടവ് ശിക്ഷ വിധിക്കാം, ഫൈനും ഈടാക്കാം കേട്ടോ. അപ്പോ സെക്ഷൻ 22 പറയുന്നത് തെറ്റായ പരാതി കൊടുത്താൽ കേട്ടോ, തെറ്റായ പരാതി അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്താൽ അതിനുള്ള ശിക്ഷയാണ്. ഇപ്പൊ കുട്ടിയാണ് ഒരു വ്യക്തിക്കെതിരെ തെറ്റായ പരാതി കൊടുക്കുന്നതെങ്കിൽ കുട്ടിയെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പാടില്ല കേട്ടോ. വേറെ ആരെങ്കിലും ആണ് ഒരു വ്യക്തിക്കെതിരെ തെറ്റായ പരാതി കൊടുക്കുന്നത്, അവരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. 6 മാസം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. പിഴയും ഈടാക്കാം കേട്ടോ. ഇനി കുട്ടിക്കെതിരെ ആണ് തെറ്റായ പരാതി ഉന്നയിക്കുന്നതെങ്കിൽ, കുട്ടി ഇത്തരം ആക്ടിവിറ്റീസ് ഇടപെട്ടു, അങ്ങനെ കഴിഞ്ഞാൽ അയാളെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം. 1 വർഷം വരെ ശിക്ഷിക്കാം. പിഴയും ഈടാക്കാം. ക്ലിയർ അല്ലേ? ഇനി സെക്ഷൻ 23 പറയുന്നത് പ്രൊസീജിയർ ഫോർ മീഡിയ കേട്ടോ. മീഡിയയ്ക്ക് വേണ്ടിയുള്ള പ്രൊസീജിയർ, മീഡിയ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാം ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നതാണ് സെക്ഷൻ 23 കേട്ടോ. അവിടെ പറഞ്ഞാലേ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, കുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തുവിടാൻ പാടില്ല. എന്ന് വെച്ചാൽ മീഡിയാസ്, TV ചാനലോ പത്രക്കാരോ എന്തുമായാലും കുട്ടിയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാലേ കുട്ടിയുടെ പേര്, കുട്ടിയുടെ സ്ഥലം, കുട്ടിയുടെ പേരൻസിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്തുവിടാൻ പാടില്ല. അപ്പോൾ മീഡിയ അതെല്ലാം മറയ്ക്കണം കേട്ടോ. അൺലെസ് ഏതെങ്കിലും കോടതി പറയുകയാണ് നിങ്ങൾക്ക് പേര് വിടുന്നതുകൊണ്ട് പ്രശ്നമില്ല, എന്തെങ്കിലും കോടതി പറഞ്ഞാൽ മാത്രം അവർക്ക് അത് ചെയ്യാൻ കഴിയും കേട്ടോ.
പോക്സോ ആക്ടിലെ സെക്ഷൻ 23 എന്താണ് പറയുന്നത് വെച്ചാൽ പ്രൊസീജിയർ ഫോർ മീഡിയ. കേട്ടോ, മീഡിയ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നാണ് സെക്ഷൻ 23 പറയുന്നത്. കേട്ടോ, എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വിടാൻ പാടില്ല. കുട്ടിയുടെ പേരോ, കുട്ടി പഠിക്കുന്ന സ്കൂളോ, കുട്ടിയുടെ രക്ഷിതാക്കളോ, അങ്ങനെ യാതൊരു ഡീറ്റെയിൽസ് തന്നെ മീഡിയ പുറത്തു വിടാൻ പാടില്ല. ക്ലിയർ അല്ലേ? അടുത്തത് സെക്ഷൻ 24. സെക്ഷൻ 24 പറയുന്നത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. സെക്ഷൻ 24 പറയുന്നത് എന്താണ്? കുട്ടിയുടെ മൊഴി, ഇങ്ങനെ ഒരു കേസ് നടന്നു, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മൊഴി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 24 പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെക്ഷൻ 24 കുറിച്ചാണ്. സെക്ഷൻ 24 കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കേട്ടോ, കുട്ടിയുടെ മൊഴി വീട്ടിൽ ചെന്ന് എടുക്കണം. കുട്ടിയുടെ മൊഴി എവിടെ ചെന്ന് എടുക്കണം? വീട്ടിൽ ചെന്ന് എടുക്കണം. കേട്ടോ, വീട്ടിലല്ലെങ്കിൽ കുട്ടിക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് വെച്ച് മൊഴിയെടുക്കണം. കുട്ടിക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് മൊഴിയെടുക്കണം. കേട്ടോ, ഇങ്ങനെ ഒരു കേസ് നടന്നു, അപ്പോൾ എവിടെ വെച്ച് മൊഴിയെടുക്കണം എന്ന് വെച്ചാൽ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് മൊഴിയെടുക്കണം. കേട്ടോ, ഇനി അല്ലെങ്കിൽ കുട്ടിക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് മൊഴിയെടുക്കണം. ഇനി മൊഴിയെടുക്കാൻ വനിതാ പോലീസിനെ തന്നെ കഴിയുമെങ്കിൽ മാക്സിമം അയക്കണം. അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ വനിതാ പോലീസിനെ തന്നെ അയക്കണം. കേട്ടോ, ഇനി ആരെ അയക്കണം വെച്ചാൽ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ പോലീസിനെ മൊഴിയെടുക്കാൻ അയക്കണം. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ പോലീസിനെ മൊഴിയെടുക്കാൻ അയക്കണം. കേട്ടോ, അപ്പൊ റാങ്ക് ഏതാണെന്ന് ചോദിക്കാം. കേട്ടോ, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസിനെ മൊഴിയെടുക്കാൻ അയക്കണം. ഓക്കെ, ഇനി പോലീസ് മൊഴിയെടുക്കുന്ന സമയത്ത് പോലീസ് യൂണിഫോമിൽ ചെന്ന് മൊഴിയെടുക്കാൻ പാടില്ല. പോലീസ് യൂണിഫോമിൽ ചെന്ന് മൊഴിയെടുക്കാൻ പാടില്ല. കേട്ടോ, അപ്പൊ നമ്മൾ പറയുന്ന സെക്ഷൻ 24 കുറിച്ചാണ്. 24 കുട്ടിയുടെ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേട്ടോ, അപ്പോൾ നോക്കി കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വീട്ടിൽ ചെന്ന് എടുക്കണം. കേട്ടോ, വീട്ടിൽ അല്ലെങ്കിൽ കുട്ടിക്ക് സൗകര്യമുള്ള സ്ഥലത്ത് എടുക്കണം. കേട്ടോ, ഇനി ആര് മൊഴിയെടുക്കണമെന്ന് വെച്ചാൽ കഴിയുമെങ്കിൽ വനിതാ പോലീസിനെ തന്നെ അയക്കണം. വനിതാ പോലീസ് എന്ന് പറയുമ്പോൾ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ പോലീസിനെ മൊഴിയെടുക്കാൻ അയക്കണം. കേട്ടോ, കുട്ടി പെൺകുട്ടിയാണെങ്കിൽ വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള വനിതാ പോലീസിനെ തന്നെ അയക്കണം. ഓക്കെ, ഇനി പോലീസ് മൊഴിയെടുക്കാൻ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോമിൽ ചെന്ന് മൊഴിയെടുക്കാൻ പാടില്ല. യൂണിഫോമിൽ ചെന്ന് മൊഴിയെടുക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഇനി കുട്ടിയെ ഒരു കാരണവശാലും കുറ്റവാളിയെ കാണിക്കാൻ പാടില്ല. കുട്ടിയെ ഒരു കാരണവശാലും കുറ്റവാളിയെ കാണിക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഈ മൊഴിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ കുട്ടിയുടെ ഐഡന്റിറ്റി മീഡിയയിൽ നിന്ന് മറച്ചു വയ്ക്കണം. മൊഴിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ കുട്ടിയുടെ ഐഡന്റിറ്റി മീഡിയയിൽ നിന്ന് മറച്ചു വയ്ക്കണം. കണ്ടോ, ഇനി പറയുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞാണെന്ന് വെച്ചാലേ വീട്ടിൽ ചെന്ന് തന്നെ മൊഴിയെടുക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു എമർജൻസി കേസിൽ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാൽ പോലും കുട്ടിയെ ഒരു കാരണവശാലും രാത്രി പോലീസ് സ്റ്റേഷനിൽ തങ്ങാൻ അനുവദിക്കരുത്. അല്ലെങ്കിൽ രാത്രിയോട് കൂടി കുട്ടിയെ വീട്ടിലോട്ട് അയക്കണം. കേട്ടോ, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കാരണവശാലും കുട്ടിയെ രാത്രി വെക്കാൻ പാടില്ല. കേട്ടോ, അപ്പോൾ സെക്ഷൻ 24 പറയുന്നത് മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ വനിതാ പോലീസിൽ കുറഞ്ഞ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥ മൊഴിയെടുക്കണം. പോലീസ് യൂണിഫോമിൽ പോകാൻ പാടില്ല. കുട്ടിയുടെ വീട്ടിൽ വെച്ച് മൊഴിയെടുക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് കംഫർട്ടബിൾ ആയ ഒരു സ്ഥലത്ത് വെച്ച് മൊഴിയെടുക്കണം. ഓക്കെ, ഇനി ഈ പോലീസ് ഉദ്യോഗസ്ഥ കുട്ടിയുടെ ഐഡന്റിറ്റി മീഡിയയിൽ നിന്ന് മറച്ചു വയ്ക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി സെക്ഷൻ 25 പറയുന്നത് പ്രൊസീജിയർ ഫോർ റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ചൈൽഡ് ബൈ മജിസ്ട്രേറ്റ്. എന്നാൽ കുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 25 പറയുന്നത്. കേട്ടോ, അപ്പോൾ സെക്ഷൻ 24 പറയുന്ന കുട്ടിയുടെ മൊഴി എടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ്. ഇത് സെക്ഷൻ 25 പറയുന്നത് പ്രൊസീജിയർ ഫോർ റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ചൈൽഡ് ബൈ മജിസ്ട്രേറ്റ്. കേട്ടോ, മജിസ്ട്രേറ്റ് കുട്ടിയുടെ മൊഴി എടുക്കുന്ന ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 25 പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 27(1) കേട്ടോ, മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ചൈൽഡ്, കുട്ടിയുടെ വൈദ്യ പരിശോധനയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 27. കേട്ടോ, മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദി ചൈൽഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ സെക്ഷൻ 27 കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മെഡിക്കൽ എക്സാമിനേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നോക്കി മെഡിക്കൽ എക്സാമിനേഷനിൽ പെൺകുട്ടിയാണെങ്കിൽ നിർബന്ധമായി വനിതാ ഡോക്ടർ തന്നെ പരിശോധിക്കണം. എന്നുവെച്ചാലേ പെൺകുട്ടിയാണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ ആര് മാത്രമേ നടത്താൻ പറ്റൂ? വുമൺ ഡോക്ടർ മാത്രമേ നടത്താൻ പറ്റൂ, അല്ലെങ്കിൽ വനിതാ ഡോക്ടർ തന്നെ പരിശോധിക്കണം. കേട്ടോ, പെൺകുട്ടിയാണെങ്കിൽ കുട്ടിയുടെ വൈദ്യ പരിശോധന വനിതാ ഡോക്ടർ തന്നെ നടത്തണം. കേട്ടോ, ഇനി കുട്ടിയുടെ രക്ഷിതാവിന്റെ സാന്നിധ്യത്തിലോ കുട്ടിക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വൈദ്യ പരിശോധന കുട്ടിയുടെ പേരൻസിന് മുന്നിലോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ മാത്രമേ ഡോക്ടർ വൈദ്യ പരിശോധന നടത്താൻ പറ്റത്തുള്ളൂ.
കേട്ടോ. ഇനി കുട്ടിയുടെ രക്ഷിതാവ് ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാവ് അടുത്തില്ലെങ്കിൽ കേട്ടോ, ഈ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെയാണോ വൈദ്യ പരിശോധന നടത്തുന്നത് ആ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡായ വ്യക്തി കേട്ടോ, ആ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡായ വ്യക്തി നിർദ്ദേശിക്കുന്ന ഒരു വനിതയുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം കേട്ടോ. അപ്പൊ നോക്കിയേ, ഒന്ന് പെൺകുട്ടിയാണെങ്കിൽ ഡോക്ടർ വനിതയായിരിക്കണം കേട്ടോ. ഇനി കുട്ടിയുടെ രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ കുട്ടിക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ പറ്റും. ഇനി ഇവരാരും ആ സമയത്തില്ലെങ്കിൽ കേട്ടോ, ഏതാണോ ഹോസ്പിറ്റൽ അതിന്റെ മെഡിക്കൽ മാനേജ്മെന്റ് ഹെഡ് നിർദ്ദേശിക്കുന്ന ഒരു വനിതയുടെ സാന്നിധ്യത്തിൽ മാത്രമേ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ പറ്റൂ. ക്ലിയർ അല്ലേ? ശരി. അടുത്ത സെക്ഷൻ 28(1). സെക്ഷൻ 28 പറയുന്നത് പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക കോടതികൾ രൂപീകരിക്കണമെന്നാണ് കേട്ടോ. അപ്പോ ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ, പോക്സോ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക കോടതികൾ രൂപീകരിക്കാൻ പറയുന്ന സെക്ഷൻ എന്ന് വെച്ചാൽ സെക്ഷൻ 28(1). ക്ലിയർ അല്ലേ? അപ്പോൾ സ്പെഷ്യൽ കോർട്ടിന്റെ കാര്യം പറയുന്നത് സെക്ഷൻ 28(1). ഓക്കെ. ഇനി സെക്ഷൻ 32(1) പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 32(1). ഓക്കെ. ഇനി സെക്ഷൻ 34(1) പ്രൊസീജിയർ ഇൻ കേസ് പിന്നെ ചൈൽഡ് കമ്മിറ്റഡ് ക്രൈം എന്ന് പറഞ്ഞാലേ, ഇപ്പോ ഒരു കുട്ടി തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ, എന്ന് പറഞ്ഞാൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടോ അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ടോ ഒക്കെ ഒരു കുട്ടി തന്നെ ചെയ്താൽ കേട്ടോ, അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 34(1) കേട്ടോ. പ്രൊസീജിയർ ഇൻ കേസ് പിന്നെ ചൈൽഡ് കമ്മിറ്റഡ് എ ക്രൈം ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ബൈ കോർട്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ഏജ് കൺഫേം ചെയ്താലേ നമുക്ക് ചൈൽഡ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് സെക്ഷൻ 34(1) പറയുന്നത് കേട്ടോ. ഇനി ചൈൽഡ് ആണ് ക്രൈം ചെയ്തതെങ്കിൽ, കുട്ടിയാണ് ക്രൈം ചെയ്തതെങ്കിൽ അതിനെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കേസ് എടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ 34(1) പറയുന്നത് ചൈൽഡ് ആണ് കുറ്റം ചെയ്ത, ഒരു കുട്ടിയാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ കേട്ടോ, അതിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കേസ് എടുക്കണം. ക്ലിയർ അല്ലേ? അപ്പോ ശരി. ഇനി സെക്ഷൻ 35(1) പറയുന്നത് വെച്ചാല് കുട്ടിയിൽ നിന്ന് തെളിവ് സ്വീകരിക്കാൻ എടുക്കേണ്ട സമയം അല്ലെങ്കിൽ കുട്ടിയിൽ നിന്ന് മൊഴി സ്വീകരിക്കാൻ എടുക്കേണ്ട സമയവും കേസിന്റെ കാലാവധിയെ കുറിച്ചാണ് സെക്ഷൻ 35(1) പറയുന്നത് കേട്ടോ. അപ്പൊ കുട്ടിയിൽ നിന്ന് തെളിവ് സ്വീകരിക്കേണ്ട സമയം അല്ലെങ്കിൽ കുട്ടിയിൽ നിന്ന് മൊഴി സ്വീകരിക്കേണ്ട സമയം കേസിന്റെ കാലാവധിയെ കുറിച്ചും കേട്ടോ. ഒരു കേസ് നടന്നാൽ 30 ദിവസത്തിനകത്ത് തെളിവ് ശേഖരിക്കണം അല്ലെങ്കിൽ 30 ദിവസത്തിനകത്ത് കുട്ടിയുടെ മൊഴി എടുത്തിരിക്കണം. ഒരു കേസ് നടന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിനകത്ത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കണം അല്ലെങ്കിൽ തെളിവ് കണ്ടെത്തിയിരിക്കണം 30 ദിവസത്തിനകത്ത് കേട്ടോ. ഇനി ഇതിനകത്ത് കുട്ടിയിൽ നിന്ന് തെളിവ് ശേഖരിക്കാൻ എടുക്കേണ്ട സമയവും കേസിന്റെ കാലാവധിയെ കുറിച്ച് പറയുന്നു കേട്ടോ. അപ്പൊ ഈ ആക്ട് പ്രകാരം കേസ് 1 വർഷം കഴിയുന്നത്ര വേഗത്തിൽ കേട്ടോ 1 വർഷത്തിനകത്ത് തീർക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പോക്സോ ആക്ട് പ്രകാരം കേസ് ചാർജ് ചെയ്താൽ അതിന്റെ കാര്യങ്ങൾ പ്രൊസീഡിങ്സ് ഒക്കെ 1 വർഷത്തിനകത്ത് തീർക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ സെക്ഷൻ 35(1) എന്ന് പറഞ്ഞാൽ കുട്ടിയിൽ നിന്ന് തെളിവ് സ്വീകരിക്കാൻ എടുക്കേണ്ട സമയവും കേസിന്റെ കാലാവധിയെ കുറിച്ചും. ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് സെക്ഷൻ 37 പറയുന്നത് ട്രയൽസ് ടു ബി കണ്ടക്റ്റഡ് ഇൻ ക്യാമറ എന്ന് വെച്ചാൽ കോടതിയിൽ നടക്കുന്ന ട്രയൽസുകൾ ക്യാമറയുടെ മുന്നിൽ കണ്ടക്ട് ചെയ്യണം എന്നാണ് സെക്ഷൻ 37 പറയുന്നത് കേട്ടോ. ഏത് സെക്ഷനിൽ പറയുന്ന വെച്ചാൽ ട്രയൽസ് ടു ബി കണ്ടക്റ്റഡ് ഇൻ ക്യാമറ ഇൻ ദ പ്രസൻസ് ഓഫ് ചൈൽഡ് പാരന്റ്സ് എന്ന് വെച്ചാൽ കുട്ടിയുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ കുട്ടി ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ വേണം ട്രയൽസ് നടത്താൻ. ഓക്കെ. ഇപ്പൊ കോടതി നടത്തുന്ന ട്രയൽസ് കുട്ടിയുടെ രക്ഷിതാവിന്റെ മുന്നിലോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ മുന്നിലോ വേണം ഇതിന്റെ ട്രയൽസ് കൂടി കണ്ടക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ സെക്ഷൻ 37 പറയുന്നത് ട്രയൽസ് ടു ബി കണ്ടക്റ്റഡ് ഇൻ ക്യാമറ. ക്ലിയർ അല്ലേ? ഇത് ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പോക്സോ ആക്ടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.